وبارك على نبينا محمد وعلى آله وأصحابه أجمعين. صفي الرحمن المبارك فوري رحمه الله നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ സീറയായിട്ട് രചിച്ച റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന കിതാബിൻ്റെ തുടർച്ചയായ രണ്ടാമത്തെ സദസ്സിലാണ് നമ്മൾ ഉള്ളത്. മുമ്പ് വിചാരിച്ചിരുന്നത് ഒരു ആഴ്ച റഹീഖുൽ മഖ്തൂമും മറ്റേ ആഴ്ച നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സിഫത്തു സ്വലാത്തുൻ നബി എന്നുള്ള പുസ്തകവും പറയണമെന്നായിരുന്നു. പക്ഷേ പലരും ഈ പറയുന്ന പുസ്തകം ഒരു ചരിത്രമായതുകൊണ്ട് അതിൻ്റെ തുടർച്ച അതായിരിക്കും നല്ലത്, ഇഷ്ടപ്പെടുന്നത് എന്നുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പുസ്തകത്തിൽ ഉള്ള കുറച്ച് ഭാഗങ്ങൾ വായിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പൂർണ്ണമായ രൂപത്തിൽ അത് മനസ്സിലാക്കി വിശ്വാസപരമായ കാര്യങ്ങളിലും ഇബാദത്തുകളിലും ഇടപാടുകളിലും സ്വഭാവങ്ങളിലും ആദാബുകളിലും ജീവചരിത്രം അവിടുത്തെ മുഴുവനും ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി അത് പിന്തുടർന്ന് അതിലായിട്ട് മുന്നോട്ട് പോകാൻ, അതിൽ ജീവിച്ച് അതിലായിട്ട് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹാജറിനെയും ചോര പൈതലായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കാബ ഷരീഫ് നിലനിൽക്കുന്ന അവിടെ ഒരു ഉയർന്ന ചെറിയൊരു കുന്നുപോലത്തെ ഒരു പ്രദേശമായിരുന്നു ഈ പറയുന്ന സംസം. അവിടെയില്ല, ആൾപ്പാർപ്പ് അവിടെയില്ല, മനുഷ്യവാസ യോഗ്യമായ ഒരു സംവിധാനവുമില്ലാത്ത ബിവാദിൻ ഗൈരി ദി സറഇൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്ന, ജീവികൾക്ക്, മനുഷ്യർക്കും മറ്റ് ജീവികൾക്കും അനുയോജ്യമല്ലാത്ത നിലക്കുള്ള, ഇന്ന് നമുക്കറിയാം മക്ക എന്ന് പറയുന്ന പ്രദേശം അങ്ങനത്തെ പാറക്കെട്ടുകളും കുന്നുകളും അങ്ങനത്തെ ഒരു പ്രദേശമാണ്. അവിടെയാണ് കൊണ്ടുപോയി വെച്ച് അദ്ദേഹം ഷാമിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ അവരവിടെ കഴിച്ചുകൂട്ടുന്നതിൻ്റെ ഇടയിൽ വജാഅത്ത് ഖബീലത്തുൻ യമാനിയത്തുൻ വഹിയ ജുർഹും, ജുർഹും എന്ന പേരിലുള്ള ഒരു നാടോടി സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്കും അവരുടെ കാലികൾക്കും അനുയോജ്യമായ പ്രദേശങ്ങൾ, വെള്ളവും കൃഷിയും മറ്റുള്ള ജീവിക്കാൻ അനുയോജ്യമായ പ്രദേശങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് അവർ കഴിച്ചുകൂട്ടും. കുറച്ച് ദിവസങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു പ്രദേശത്തേക്ക് നീങ്ങുന്ന നാടോടികളായ ജുർഹും എന്ന പേരുള്ള അവരുടെ പാരമ്പര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ യമനിലായിരുന്നു അവർ വന്നു. ഫഖതനത് മക്കത ബിഇദ്നിൻ മിൻ ഉമ്മി ഇസ്മായിൽ അലൈഹിസ്സലാം. അവർ അതിൻ്റെ മുമ്പുമൊക്കെ ആ പ്രദേശത്തിൽ കൂടെ സഞ്ചരിക്കുന്നവരായിരുന്നു. അന്നൊന്നും അവിടെ വെള്ളത്തിൻ്റെ യാതൊരു ലക്ഷണവും സൂചനയുമില്ലായിരുന്നു അവർക്ക്. ഈ പ്രാവശ്യം അവർ യാത്ര പോകുന്ന സമയത്ത് ചരിത്രകാരന്മാരായ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മഹുള്ള പോലത്തവരൊക്കെ പറയുന്നു, അവിടെ പരുന്ത് വട്ടമിട്ട് പറക്കുന്നതും മറ്റും കണ്ടപ്പോൾ, പക്ഷികളുടെ സഞ്ചാരവും പറക്കലും കണ്ടപ്പോൾ അവർ പറഞ്ഞു, മുമ്പ് ഇവിടെ വെള്ളമില്ലാത്ത പ്രദേശമായിരുന്നു, ഇപ്പോൾ അവിടുത്തെ ലക്ഷണം കണ്ടാൽ അവിടെ വെള്ളമുണ്ട് എന്ന് തോന്നുന്നു, എന്തോ ഒരു അത്ഭുതമോ പുതുമയോ. അങ്ങനെ അവരുടെ യാത്രാ സംഘത്തിൻ്റെ കൂടെയുള്ള വെള്ളത്തിന് അന്വേഷിച്ച് പോകുന്ന ആളുകളെ പറഞ്ഞയച്ചപ്പോൾ ഒരു മാതാവും ഒരു ചോര പൈതലും മാത്രം അവിടെ കഴിച്ചു കൂട്ടുന്നു. അവരടുത്ത് സുലഭമായ വെള്ളമുണ്ട്. സംസം കിണറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, റഹിമല്ലാഹു ഉമ്മ ഇസ്മായിലിൻ്റെ മാതാവ് ഹാജറിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അവർ ആ പറയുന്ന വെള്ളത്തടാകം കൈകൊണ്ട് മണ്ണുകൊണ്ടത് കെട്ടി ഒരു കിണർ പോലെ തടാകമാക്കിയിരുന്നില്ല എങ്കിൽ ഭൂമിയിൽ വളരെ സുഭിക്ഷമായി ഒഴുകുന്ന ഒരു നദിയാകുമായിരുന്നു സംസം. അതിന് മാത്രമുള്ള അതിന് മാത്രമുള്ള വെള്ളത്തിൻ്റെ ഉറവയുടെ പവർ, ശക്തി അതിലുണ്ട് എന്നുള്ളത്. പക്ഷേ ആ മാതാവ് ആ വെള്ളം ഒരിക്കലും നഷ്ടപ്പെടാതെ പ്രതീക്ഷിക്കാതെ ലഭിച്ച അവർക്കും അവരുടെ കുഞ്ഞിനും വേണ്ടി ലഭിച്ചു. സംസം വെള്ളത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിൽ കൂടെ അറിയിച്ച ഹദീസുകൾ നമുക്കറിയാം. മാഉ സംസം ലിമാ ശുരിബ ലഹു ത്വആമു തുഅമിൻ വശിഫാഉ സുഖം. എന്ത് ഉദ്ദേശ നിയ്യത്തോടുകൂടെ അത് കുടിച്ചു, ആ ഉദ്ദേശ ലക്ഷ്യം അതുകൊണ്ട് സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളത്. അത് ഒരാൾ വിശന്നൊരു വ്യക്തിയാണെങ്കിൽ അവന് ഭക്ഷണമായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഒരാൾ രോഗിയാണെങ്കിൽ അവനൊരു മരുന്നായി അത് ഉപയോഗപ്പെടും. സംസം എന്ന് പറയുന്ന ആ വെള്ളത്തിന് അതിന് മാത്രം പവറും പ്രത്യേകതയുമുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈ പറയുന്ന ജുർഹും എന്ന് പറയുന്നവരവിടെ വന്നു, മാതാവിനെയും കുഞ്ഞിനെയും കണ്ടു. അവർ മാന്യരായിരുന്നു, നാടോടികളാണെങ്കിലും ആ ജാഹിലിയ കാലത്തുള്ള അവർ വളരെ മാന്യരായിരുന്നു. അതല്ലെങ്കിൽ അവർ ഈ പറയുന്ന മാതാവിനെയും കുഞ്ഞിനെയും നശിപ്പിച്ച് കൊന്നുകളഞ്ഞ് ആധിപത്യം പുലർത്തുമായിരുന്നു അവിടെ. അവർ ആ മാതാവിനോട് ഞങ്ങളിവിടെ താമസിക്കട്ടെ എന്ന അനുവാദം ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർ സാമൂഹ്യ ജീവികളാണ്, അവർക്ക് ഇങ്ങനത്തെ ആളുകളും സഹവാസം അത്യാവശ്യമാണ്, കുഞ്ഞിനത് ആവശ്യമാണ്.
അനുവാദം കൊടുത്തു. പക്ഷേ വെള്ളത്തിൻ്റെ അധികാരം അത് എനിക്കും എൻ്റെ കുഞ്ഞിനുമാണ് എന്നവരോട് പറഞ്ഞു. അവരത് സമ്മതിക്കുകയും ചെയ്തു. ആ ഉപാധി അവർ സമ്മതിക്കുകയും ചെയ്തു. അവരുടെ അനുവാദത്തോടു കൂടെയാണ് താമസിച്ചത്. യുഖാലു ഇന്നഹും കാനു ഖബല ദാലിക ഫിൽ ഔദിയത്തി ലത്തി ബി അത്റാഫി മക്ക. അവരതിൻ്റെ മുമ്പ് അതിൽ സഞ്ചരിക്കുന്നവരും ആ പരിസര പ്രദേശത്തൊക്കെയുള്ള ആളുകളായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ അറിയും, ഞങ്ങൾക്ക് ഇവിടെ സ്വാധീനമുണ്ട്, ഞങ്ങളാണ് ഉള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇന്നൊക്കെ ഇങ്ങനത്തെ സ്ഥലത്ത് കൈകാര്യം ചെയ്യുക എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. പക്ഷേ അവർ വളരെ മാന്യരായിരുന്നു. ഒരക്രമവും ഉപദ്രവവും ആ മാതാവിനെയും കുഞ്ഞിനെയും കാണിക്കാതെ. വഖദ് സുറഹത്ത് റിവായത്തുൽ ബുഖാരി അന്നഹും നസലു മക്ക ബഅദ ഇസ്മായിൽ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതാണെങ്കിലും ഇസ്മായിൽ നബിയും അദ്ദേഹത്തിൻ്റെ മാതാവും വന്നതിൻ്റെ ശേഷമാണ് ജുർഹം എന്ന് പറയുന്ന ഗോത്രക്കാരോടെ വന്നു എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. സ്വീകാര്യയോഗ്യമായ അഭിപ്രായം അത് തന്നെയാണ്. വഖബല അൻ യഷിബ്. ഇസ്മായിൽ നബിക്ക് യുവാവാകുന്നതിൻ്റെ മുമ്പൊക്കെ തന്നെ, അദ്ദേഹം ചെറിയ കുട്ടിയാകുന്ന സമയത്ത് തന്നെയാണ് അവരവിടെ എത്തിപ്പെട്ടത്. അന്നഹും കാനു യമുറൂന ബിവാദിൽ വാദി ഖബല ദാലിക്. അവരതിൽ സഞ്ചരിക്കുന്നവരായിരുന്നു. വകാന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം യർതഹിലു ഇലാ മക്ക ലിയുതാലിഅ തരികതഹു ബിഹാ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഷാമിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മക്കയിൽ വരുമായിരുന്നു. അദ്ദേഹം അവിടെ ബാക്കി വെച്ച അദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെ ഉണ്ട്, ഭാര്യയുണ്ട്, കുട്ടി അവിടെ ഉണ്ട്. അവിടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഷാമിൽ നിന്ന് അദ്ദേഹം മക്കയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരലുണ്ടായിരുന്നു. പക്ഷേ വലാ യുഅലമു ബിദ്ദബ്തി അദദു ഹാദിഹി റഹലാത്ത്. എത്ര പ്രാവശ്യം ഷാമിൽ നിന്ന് ഇബ്രാഹിം നബി മക്കയിലേക്ക് വന്നു എന്നുള്ള കൃത്യമായി സ്വീകാര്യയോഗ്യമായ റിപ്പോർട്ടുകളില്ല. 4 പ്രാവശ്യത്തതല്ലാതെ. ഒന്ന് ഖുർആനിൽ കൂടെ പറയുന്നുണ്ട്, മറ്റ് 3 പ്രാവശ്യം സഹിഹായ ഹദീസുകളിൽ കൂടെയും പറയുന്നു. ചുരുക്കത്തിൽ 4 പ്രാവശ്യം ഇബ്രാഹിം നബി വന്നു എന്നുള്ള കാര്യത്തിൽ ഏകാഭിപ്രായം പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. അതിലേറെ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകളിൽ കൂടെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന്. ഫഖദ് ദക്കറല്ലാഹു സുബ്ഹാനഹു വ തആല ഫിൽ ഖുർആനിൽ കരീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിൽ വന്ന ഒരു സംഭവം പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്വപ്നം കാണുകയാണ്. അദ്ദേഹം ഒരിക്കലൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അദ്ദേഹത്തിൻ്റെ മകനെ അറുത്തു കൊടുക്കാൻ വേണ്ടിയുള്ള സ്വപ്നമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനെ അറുത്തു കൊടുക്കാൻ വേണ്ടിയുള്ള സ്വപ്നങ്ങൾ. സൂറത്തു സാഫാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം പറയുന്നുണ്ട്. സൂറത്തു സാഫാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തയ്യിബ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായ ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരദ്ദേഹത്തിൻ്റെ ദഅവത്ത് സ്വീകരിച്ചില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഒരു പ്രാവശ്യം അവരുടെ വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ച ആ സംഭവം പ്രസിദ്ധമായി അറിയപ്പെട്ട ആ സംഭവം. അങ്ങനെ നാട്ടുകാർ എല്ലാവരും ഭരണാധികാരിയുടെ കീഴിൽ ഒരുമിച്ച് കൂടുകയും വലിയ തീയുണ്ടാക്കിയിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ തീയിലേക്ക് ഇടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തീയിൽ നിന്ന് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആ തീയിൽ നിന്ന് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിയ സമയത്ത് അദ്ദേഹം പിന്നീട് ആ നാട്ടിൽ നിന്ന് ഈ തൗഹീദിൻ്റെ ദഅവത്തുമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ആ നാട് സുരക്ഷിതമല്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടപ്പോൾ ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ എന്ന് പറഞ്ഞ അദ്ദേഹം ആ നാട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ആ നാട്ടിൽ നിന്ന് ഹിജ്റ പോവുകയാണ് അദ്ദേഹം. ആ ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സാഫാത്തിൽ കൂടെ പറയുന്നത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ അവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന് അവർ തീയിലിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട സമയത്ത് വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോകുകയാണ്, ഈ നാട്ടിൽ നിന്ന് ഹിജ്റ പോകുകയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് നിൽക്കാൻ ഈ നാട് അനുയോജ്യമല്ല. അതിന് സഹായികളായിട്ട് ഇവിടെ ആരുമില്ലാത്ത നിസ്സഹായതയുടെ അവസ്ഥയാണ്. അങ്ങനെ അദ്ദേഹം ഹിജ്റ പോകുകയാണ്. പണ്ഡിതന്മാർ പറയുന്നു, തൗഹീദ് ദഅവത്ത് തൗഹീദിൻ്റെ പേരിൽ ലോകത്ത് ഏറ്റവും ആദ്യം ഹിജ്റ പോയത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറയുണ്ട്. അതേപോലെ തന്നെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ കുടുംബവുമുണ്ട്, സഹോദരൻ്റെ മകനായിരുന്ന. അങ്ങനെ അവരെയും കൊണ്ട് അദ്ദേഹം പോകുകയാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഭാഗം പറയുന്നത് ഇന്നഹു ബഅദമാ നസറഹുല്ലാഹു അലാ ഖൗമി. അവർ അദ്ദേഹത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയ അവരുടെ തീക്കുണ്ടാരത്തിൽ നിന്ന്, അവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. വഅയ്സ മിൻ ഈമാനിഹിം, അവരിനി വിശ്വസിക്കുകയില്ല എന്ന് ഉള്ള പൂർണ്ണമായി അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു. ദഅവത്ത് അവർ സ്വീകരിക്കുകയില്ല ഈ നാട്ടുകാരിയൻ. ബഅദമാ ഷാഹദു മിനൽ ആയാത്തിൽ അളീമ, അതിമഹത്തായ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അവരൊരുക്കിയ ആ ചതിയിൽ നിന്ന് സുരക്ഷിതനായി അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളതടക്കമുള്ള ഈ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് പോലും അവർ ഇനി ഇസ്ലാമിലേക്ക് വരികയില്ല, ദഅവത്ത് സ്വീകരിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായി ബോധ്യപ്പെട്ടപ്പോൾ ഹാജർ മിൻ ബൈനി അദ്ഹുരിഹിം, അവരുടെ ഇടയിൽ നിന്ന് അദ്ദേഹം ഹിജ്റ പോയി.
അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സാലിഹീങ്ങളായ സന്താനങ്ങളിൽ നിന്ന് അള്ളാഹുവേ നീ എനിക്ക് ദാനമായി നൽകണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഔലാദൻ മുത്തഈൻ, അള്ളാഹുവിനനുസരിക്കുന്ന മക്കളെ നീ എനിക്ക് നൽകി ഔദാര്യം കാണിക്കണം. ഇവളൻ മിൻ ഖൗമിഹി വ അശീറതിഹി അല്ലദീന ഫാറഖഹും, ഞാൻ ഹിജ്റ പോയി പിരിഞ്ഞ് എൻ്റെ ദഅവത്ത് സ്വീകരിക്കാത്ത നാട്ടുകാരുണ്ട്, കുടുംബങ്ങളുണ്ട്, ആ പറയുന്നവർക്ക് പകരം സാലിഹീങ്ങളായ മക്കളെ നൽകിക്കൊണ്ട് നീ എന്നെ സഹായിക്കണം, അള്ളാഹുവിനെ ത്വഅത്ത് ചെയ്യുന്ന എന്ന് പറഞ്ഞ് ദുആ ചെയ്തു. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം, സഹനശേഷിയുള്ള നല്ല ക്ഷമാശീലനായ ഒരു കുഞ്ഞിനെ കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നാം സന്തോഷവാർത്ത നൽകി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സന്തോഷവാർത്ത നൽകി എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയത്, ഈ പറയുന്ന സന്തോഷവാർത്ത നൽകിയത് ഇസ്മായിൽ അലൈഹിസ്സലാമാണ് എന്നാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത്. എന്നാൽ സലഫുകളിൽപ്പെട്ട ചില ഇമാമികൾ, സ്വഹാബത്തിൽപ്പെട്ട ചിലർ പറയുന്നു ഇത് ഇസ്ഹാഖ് നബിയാണ് എന്നുള്ള അഭിപ്രായവുമുണ്ട്. പക്ഷെ ഖുർആനും ഹദീസും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, ജൂത നസാറാക്കളുടെ പഴയ ഗ്രന്ഥങ്ങൾ, ആധികാരികമായ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാലും ഈ പറയുന്നത് ഇസ്മായിൽ നബിയാണ് എന്നുള്ളതിലേക്ക് സൂചന നൽകുന്ന ഉദ്ധരണികൾ അതിലുണ്ട് എന്നുള്ളത്. പക്ഷേ അവരുടെ ചില താല്പര്യങ്ങൾക്ക്, അഥവാ അള്ളാഹുവിൻ്റെ ബഹുമാനാദരവിന് അർഹനായത് അവരുടെ പിതാമഹനായ ഇസ്ഹാഖ് നബിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില ആരോപണങ്ങൾ, ചില കൈകടത്തലുകൾ, ചില ദുർവ്യാഖ്യാനങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൻ്റെ ശേഷം ഈ പറയുന്ന ആയത്തിൻ്റെ കുറച്ച് ഭാഗമാണ് ഷെയ്ഖ് റഹ്മഹുല്ല ഇവിടെ പറയുന്നത്. ഫഖാമ ബി ഇംതിസാലി ഹാദൽ അംർ, അള്ളാഹുവിൻ്റെ ഈ കൽപ്പന, സ്വപ്നത്തിൽ കുഞ്ഞിനെ അറുത്തു കൊടുക്കണമെന്ന് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ആ കൽപ്പന ശിരസാ വഹിക്കാൻ, കൃത്യമായി പാലിക്കാൻ ഇബ്രാഹിം നബി തയ്യാറായി. അങ്ങനെ തയ്യാറായി അദ്ദേഹം മക്കയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ മക്കയിൽ വന്നു, ഇസ്മായിലിനെ കണ്ടു. ഇസ്മായിലിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, ആ പിതാവിനെ പോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന പൂർണ്ണമായി അനുസരിക്കാൻ തയ്യാറായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, പിതാവിനെ പോലെ തന്നെ മകൻ അള്ളാഹുവിനനുസരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ദുആ പോലെ തന്നെ അള്ളാഹുവിനനുസരിക്കുന്ന ത്വഅത്ത് ചെയ്യുന്ന സാലിഹായ ആ മകൻ, അവർ രണ്ടുപേരും അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് നിന്നു. വതല്ലഹു ലിൽ ജബീൻ, ആ കുഞ്ഞിനെ അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പാക്കുന്ന സമയത്ത് ഒരു പിതാവ് എന്നുള്ള നിലക്ക് ദയ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് പിടിപെട്ട് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് നടപ്പാക്കാൻ കഴിയാതിരിക്കുമോ എന്ന് പേടിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞു കവിഴ്ത്തി കടത്തി എന്നുള്ളത്. മറ്റു ചില ഉലമാക്കൾ പറഞ്ഞു ചെരിച്ചു കടത്തി, വലഭാഗത്തിൻ്റെ മേലെ ചെരിച്ചു കടത്തി, മുഖത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതിരിക്കാൻ, കാണാതിരിക്കാൻ. കണ്ടു എന്നുണ്ടെങ്കിൽ ദയ കാരണം ഈ പറയുന്ന കൃത്യം നിർവഹിക്കാൻ കഴിയാതിരിക്കുമോ എന്നുള്ള പേടി കാരണം. വതല്ലഹു ലിൽ ജബീൻ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അപ്പോൾ ഇബ്രാഹിം നബിനെ നാം വിളിച്ചു. ഖദ് സദ്ദഖത റുഅ്യാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നിങ്ങൾ കണ്ട ആ സ്വപ്നം, പ്രവാചകന്മാരുടെ സ്വപ്നം സ്വാഭാവികമായിട്ടും അത് വഹ്യാണ്. സ്വപ്നം കാണുമ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ അറുക്കുക എന്നുള്ളതല്ല. ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യത്തോളം കണ്ടു. പ്രവാചകന്മാർക്കുള്ള സ്വപ്നങ്ങൾ അത് വഹ്യാണ്, താനും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആ പറയുന്ന വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ കണ്ട സ്വപ്നം അത് സാക്ഷാത്കരിച്ചിരിക്കുന്നു, കൃത്യമായി അത് പാലിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അതൊരു പരീക്ഷണം മാത്രമായിരുന്നു, നിങ്ങൾ ആ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, വ്യക്തമായൊരു പരീക്ഷണമാണിത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും വഫദൈനാഹു ബിദിബ്ഹിൻ അദീം, മഹത്തായ ബഹുമാന ആദരണീയമായ ഒരു ബലിമൃഗത്തെ ആ കുഞ്ഞിന് പകരമായിട്ട് നാം നിങ്ങൾക്ക് നൽകുകയും ഇബ്രാഹിം നബിക്ക് നൽകുകയും അതിന് അറുത്തു കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയും ചെയ്തു. അറിയപ്പെട്ട പ്രസിദ്ധമായ ചരിത്രമാണിത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഭാഗം വിശദീകരിക്കുന്ന സമയത്ത് പറയാണ്, ഈ ഗുലാമുൻ ഹലീം, സഹനശീലനായ കുട്ടി എന്ന് പറയുന്നത് ഹുവ അൽ ഗുലാം ഹുവ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, അത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്, ഇസ്ഹാഖ് അല്ല. ഫഇന്നഹു അവ്വലു വലദിൻ ബുശ്ശിറ ബിഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആദ്യ പുത്രൻ ഈ പറയുന്ന ഇസ്മായിൽ നബിയാണ്. വഹുവ അക്ബറു മിൻ ഇസ്ഹാഖ ബിത്തിഫാഖിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഏക അഭിപ്രായക്കാരാണ് ഇസ്ഹാഖ് നബിയാണോ വലുത്, ഇസ്മായിലാണോ വലുത് എന്നുള്ള കാര്യത്തിൽ, ഇസ്മായിലാണ് വലിയ കുട്ടി എന്നുള്ള കാര്യത്തിൽ ഏക അഭിപ്രായക്കാരാണ്. അത് 2 അഭിപ്രായമില്ല. അഹ്ലു കിതാബും ആ കാര്യത്തിൽ ഇതേ അഭിപ്രായക്കാരാണ്. ബൽ എന്ന് മാത്രമല്ല, ഫീ നസ്സി കിതാബിഹിം അന്ന ഇസ്മായിൽ വലിദ ഇബ്രാഹിം വലി ഇബ്രാഹിം 86 സന, ഇസ്മായിൽ നബി ഉണ്ടാകുന്ന സമയത്ത്, ജനിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബിക്ക് 86 വയസ്സായിരുന്നു. വാർദ്ധക്യം ആ സമയത്തിന് അദ്ദേഹത്തിന് പിടികൂടിയിട്ടുണ്ട്. ആ സമയത്താണ് 86ാമത്തെ വയസ്സ്. ഇസ്ഹാഖ് നബി അദ്ദേഹത്തിന് ജനിക്കുന്ന സമയത്ത് 99 വയസ്സ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിരുന്നു.
99 വയസ്സ്. ആ പ്രായത്തിലാണ് ഈ മക്കൾ അള്ളാഹു കൊടുക്കുന്നത്. അതേപോലെ വഇൻദഹും അന്നല്ലാഹ തആല അമറ ഇബ്രാഹിമ അൻ യദ്ബഹ ഇബ്നഹു വഹീദഹു. ജൂത നസാറാക്കളുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ സിഫർ തക്വീൻ എന്നൊക്കെ പറയുന്ന ഉൽപ്പത്തി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. ഉൽപ്പത്തി എന്ന ജൂതന്മാരും നസാറാക്കളുടെ ദീനിന്റെ ആധികാരികമായ ഗ്രന്ഥമാണ് സിഫർ തക്വീൻ എന്ന് പറയുന്നത്. ഉൽപ്പത്തി എന്ന പേരിലൊക്കെ മലയാളത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഈ ബൈബിളിൻ്റെയൊക്കെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാണത്. അതിൽ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ ഏകപുത്രനെ അറുത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഏകപുത്രനെ അറുത്തു കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. വഹീദ് എന്ന് അറബിയിലുള്ള വാക്ക് ഒരാൾക്ക് ഒരൊറ്റ കുട്ടിയുള്ളാകുമ്പോൾ ഒരു പുത്രൻ ഉണ്ടാകുമ്പോൾ അതിനാണ് വഹീദ് എന്ന് പറയാം. ഏകപുത്രൻ എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നു. വഹീദ് എന്നുണ്ട്. മറ്റ് ചില റിവായത്തുകൾ ബക്ർ എന്ന് പറയുന്ന അർത്ഥമുണ്ട്. ബക്ർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തത് എന്നുള്ളത്. എന്താണ് അതിന് മലയാളത്തിൽ നമ്മൾ പറയുന്ന വേറെ വാക്കുകൾ? കടിഞ്ഞിൽ എന്ന് പറയുന്ന തുടക്കത്തിലുള്ള കുട്ടി എന്നുള്ള നിലക്കുള്ള അറബിയിൽ ആ വാക്കും അവിടെ ഗ്രന്ഥങ്ങളിലുണ്ട്. എന്നിട്ട് അവിടെ ജൂത നസാറാക്കളായ ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഈ വാക്ക് വഹീദഹു ബക്റഹു എന്നൊക്കെ ഉള്ളതിന്റെ പുറമെ ഇസ്ഹാഖ് എന്നവർ കടത്തിക്കൂട്ടി എന്നുള്ളത്. ഇസ്ഹാഖ് എന്ന് കടത്തിക്കൂട്ടി. കാരണം ഇത്ര ബഹുമാനും ഇത്ര ആദരവും ഇത്ര ക്ഷമാശീലും ഞങ്ങളെ പിതാമഹനായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. നമ്മൾ പറയുന്ന ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും ബഹുമാനാദരണീയരാണ്. അള്ളാഹുവിന്റെ ഈ ദഅവത്ത് തൗഹീദ് സ്വീകരിക്കാതെ നാട്ടിൽ നിന്ന് ഹിജറ പോരുന്ന മഹാനായ പ്രവാചകൻ വാർദ്ധക്യത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന് 2 മക്കൾ അള്ളാഹുത്തിൽ കൊടുക്കുകയാണ്. 2 സമയത്ത് 10ഓളം വർഷങ്ങളുടെ വ്യത്യാസത്തിൽ 2 മക്കളെ കൊടുത്തു. പിന്നീട് ഈ ലോകത്ത് വന്ന അമ്പിയാക്കളും മുർസലീങ്ങളും മുഴുവനും ഇവരുടെ സന്താന പരമ്പരകളിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇവരുടെ സന്താന പരമ്പരകളിൽ നിന്ന്. ബനൂ ഇസ്രായേൽ വന്ന നബിമാര് മുഴുവനും ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരകളിൽപ്പെട്ടത്. ഇസ്മായിൽ നബിക്ക് ആകെ ഒരു കുട്ടി മാത്രമേ റസൂലും നബിയായിട്ട് വന്നിട്ടുള്ളൂ. പക്ഷെ ആ വന്ന പ്രവാചകന്മാരെ മുഴുവനും മേലെ ശ്രേഷ്ഠത കൊണ്ട് ഉയർന്നു നിൽക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമനെയും കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചു ബഹുമാനിച്ചു അദ്ദേഹത്തിന്റെ ദുആക്ക് അള്ളാഹു തആല ഉത്തരം നൽകി. അദ്ദേഹം എടുത്ത അധ്വാനത്തിന്, തൗഹീദിന്റെ പേരിൽ അദ്ദേഹം ഒറ്റപ്പെടല് ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അതിൽ ആദരവും ബഹുമാനവും ആൾക്കൂട്ടവും കൊടുത്തു. പേരും പ്രശസ്തിയും അംഗീകാരവും കൊടുത്തു. വലാ യജൂസു ഹാദാ ലിഅന്നഹു മുഖാലിഫുൻ ലിനസ്സി കിതാബിഹിം. ഇസ്ഹാഖ് എന്നുള്ള പേരവിടെ കടത്തിക്കൂട്ടാന്നുള്ളത് അവരുടെ ഗ്രന്ഥത്തിനോട് പോലും വിരുദ്ധമാണ് ആ കാര്യങ്ങൾ. എന്നാൽ പോലും ഈ ഒരു ദുർവ്യാഖ്യാനം അവർ ചെയ്തു എന്നുള്ളത്. അതിൻ്റെ പുറമെ അറുക്കപ്പെട്ടത് ഇസ്മായിൽ നബിയാണ് എന്ന് അഭിപ്രായം പറഞ്ഞ ആളുകൾക്ക് ശക്തമായ മറ്റൊരു തെളിവ്, ഇസ്ഹാഖ് നബി എന്ന് പറയുന്ന കുഞ്ഞ് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടും അള്ളാഹു സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബിയോടും അദ്ദേഹത്തിന്റെ ഭാര്യ സാറയോടും സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. ആ പറയുന്ന ഭാഗം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്ത് പറഞ്ഞത് ബശർനാഹു ബി ഇസ്ഹാഖ നബിയ്യൻ മിനസ് സ്വാലിഹീൻ. ഇസ്ഹാഖ് നബി ഉണ്ടാകും, നബിയായിട്ടുള്ള ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ടാകും എന്നുള്ള സന്തോഷവാർത്ത നാം ഇബ്രാഹിം നബിനെ അറിയിച്ചു. വേറെ സ്ഥലത്ത് പറഞ്ഞു ഇന്നാ നുബശ്ശിറുക ബി ഗുലാമിൻ അലീം, നല്ല അറിവും പക്വതയുമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് സന്തോഷവാർത്ത. ഇസ്മായിൽ നബിന്റെ സ്ഥലത്ത് പറഞ്ഞപ്പോൾ ഹലീം എന്നാ പറയുക, സഹനമുള്ള, ക്ഷമയുള്ള. കാരണം ഈ പറയുന്ന അറിവ് പോലത്തെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ ക്ഷമ ആവശ്യമാണ്. ഇസ്ഹാഖ് നബിയുടെ കാര്യം പറഞ്ഞ സമയത്ത് ബി ഗുലാമിൻ അലീം എന്നാ പറഞ്ഞു, നല്ല അറിവും പക്വതയുമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട്. അതിൻ്റെയും പുറമെ ഇസ്ഹാഖ് എന്ന് പറയുന്ന കുട്ടി ഉണ്ടാകും എന്ന് പറയുന്നത് അതിൻ്റെ മാതാവായ സാറ അലൈഹിസ്സലാം അവർക്കും സന്തോഷവാർത്ത അറിയിച്ചു. അത് അല്ലാഹു പറയുന്നത് ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു മകൻ അവൾക്ക് നൽകുന്നുണ്ട് എന്ന് പറയുന്ന സന്തോഷവാർത്ത നാം അവൾ അറിയിച്ചു, സാറയെ അറിയിച്ചു. വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്, ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു മകൻ മാത്രമല്ല, ആ മകൻ ഒരു പേരമകൻ യാക്കൂബും വരുന്നുണ്ട്. അപ്പൊ യാക്കൂബ് എന്ന് പറയുന്ന പേരമകൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ പറയുന്ന കുഞ്ഞ് വലുതാകും, പ്രായമാകും, വിവാഹം കഴിക്കും, കുട്ടികളുണ്ടാകുന്നു. അപ്പൊ പിന്നെ ആ പറയുന്ന സന്തോഷവാർത്ത അറിയിച്ച കുട്ടിനെ അറുത്തു കൊടുക്കാൻ പറയുന്നതിൽ പ്രസക്തി എന്താണ്? ഒരിക്കലുമില്ല, ഇല്ലല്ലോ. കാരണം ഇതുണ്ടാകുന്ന മാതാവിനും പിതാവിനും ഉറപ്പാണ് ഇത് വലുതാകും, കുട്ടികൾ ഉണ്ടാകും എന്നുള്ളത്. പിന്നെ ആ കുഞ്ഞിനെ അറുത്തു കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പരീക്ഷണം അതിൽ പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തെളിവുകളും ഇതല്ലാത്ത മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ്. തെളിവുകളും രേഖകളും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതിൻ്റെ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ പറയുന്ന പരീക്ഷണങ്ങളുടെ ആവശ്യം എന്നുള്ള നിലക്ക് ഇസ്മായിൽ നബിയെ ആ കുടുംബത്തിന് അന്വേഷിക്കാൻ വേണ്ടി മക്കയിലേക്ക് ഒരു യാത്ര അദ്ദേഹം നടത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ വഹാദിഹിൽ ഖിസ്സത്തു തതളമ്മനു റിഹലതൻ വാഹിദ അലൽ അഖൽ, ചുരുങ്ങിയതൊരു യാത്ര ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പായി.
ഖബല അൻ യഷിബ ഇസ്മായിൽ, അത് ഇസ്മായിൽ നബി യുവാവാകുന്നതിന്റെ മുമ്പാണ്, കുട്ടിയാകുന്ന സമയത്താണ് ഏറവും കാര്യങ്ങളും. അമ്മ റിഹ്ലാത്തു സലാസുൽ ആഖിർ, പിന്നെ വേറെ 3 യാത്രകൾ ഉണ്ടായി എന്ന് പറയുന്നത് ഫഖദ് റവാഹ അൽ ബുഖാരി ബിതൂലിഹാ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മർഫൂഅൻ വ മുലഖ്ഖസുഹാ. പിന്നെ വേറെ 3 യാത്ര ഇതല്ലാതെ വേറെ ഉണ്ടായിട്ടുണ്ട്, രേഖാമൂലം നമുക്ക് അറിയുന്നത്. അതല്ലാതെ വേറെ ഉണ്ടായെന്നുള്ളത് നമുക്കറിയില്ല എന്നാ പറഞ്ഞത്. ഈ പറയുന്നത് അന്ന ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ലമ്മ ശബ്ബ വതഅല്ലമ അൽ അറബിയത മിൻ ജുർഹും, അദ്ദേഹം യുവാവായി. അങ്ങനെ ആ പറയുന്ന ജുർഹും എന്ന് പറയുന്ന ഗോത്രക്കാർക്ക് ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള മതിപ്പും അത്ഭുതവും ഇഷ്ടവും അവർക്ക് കൂടി വന്നു. ഇവൻ ഒരു ഭാവിയുണ്ട്, നേതൃത്വമുണ്ട്, ഇവൻ മറ്റുള്ള കുട്ടികളെ പോലെയല്ല എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ വന്നു അറബി ഭാഷയ്ക്ക് അവരിന്ന് പഠിച്ചപ്പോൾ വഅൻഫസഹും വഅഅജബഹും, ഇവൻ നമ്മുടെ മറ്റു കുട്ടികളെ അപേക്ഷിച്ചുകൊണ്ട് വളരെ മികവുള്ള കുട്ടിയാണ്, ഇവന്റെ ഒരു ഭാവിയുടെ കാര്യത്തിൽ ശോഭനമാണ്, ഇവൻ എന്തോ നേതൃത്വപരമായിട്ട് ഉയർച്ചയുള്ള കുട്ടിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സവ്വജൂഹും റഅതൻ മിൻഹും, അവര് ഈ കുട്ടിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ആദ്യം അറബി ഭാഷ പഠിപ്പിച്ചു കൊടുത്തു. ആ മാതാവിനും ഈ കുഞ്ഞിനും അവർ വേണ്ടുന്ന സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തുകൊണ്ട് അവരവരുടെ കൂടെയുണ്ടായി. അങ്ങനെ വമാതതു ഉമ്മുഹു, ഹാജർ അലൈഹിസ്സലാം അതിൻ്റെ ഇടയിൽ അവർ മരണപ്പെട്ടു. അങ്ങനെ വബദാരി ഇബ്രാഹിമ അൻ യുതാരി അഥരിക്കത്തുഹു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരിക്കൽ അദ്ദേഹം അവിടെ ഒഴിവാക്കി വെച്ച കുടുംബത്തിന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒന്ന് പോകുക എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുദിച്ചു. ഫജാ അബാദ ഹാദ സവാജി, ഇസ്മായിൽ നബിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമുള്ള സമയത്താണ്. പിന്നീട് അദ്ദേഹം ഒരിക്കൽ വന്നു. ഫലം യജിദ് ഇസ്മായിൽ, അങ്ങനെ വീട്ടിൽ വന്ന് അന്വേഷിച്ചു പിടിച്ചു വന്നു നോക്കുമ്പോൾ ഇസ്മായിലിനെ കണ്ടില്ല വീട്ടിൽ. അപ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് താനും. ഫസഅല ഇംറഅതഹു അൻഹു അൻ അഹ്വാലിഹിമ, അപ്പോൾ ഇസ്മായിൽ എവിടെ പോയി, എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിത വിശേഷങ്ങൾ, സുഖല്ലേ, കാര്യങ്ങളല്ലേ എന്നുള്ളതൊക്കെ ഇബ്രാഹിം നബി അന്വേഷിച്ചു. അപ്പോൾ ഫശക്കത്ത് ഇലൈഹി ലൈഖൽ ഐഷി, ഞങ്ങളുടെ ജീവിതമൊക്കെ വളരെ ഇടുങ്ങിയതാണ്, പ്രയാസാണ്, ദുരിതാണ്, അപരിചിതനായിട്ട് പ്രായം ചെന്നൊരു മനുഷ്യൻ ദീർഘമായി യാത്ര ചെയ്തു വന്നതാണ്. ഈ പെണ്ണ് അവളുടെ ബുദ്ധിയില്ലായ്മ കാരണം ആ മനുഷ്യനോടുള്ള പരിഭവങ്ങളും പരാധീനതകളൊക്കെ പറഞ്ഞു ഇബ്രാഹിം നബിയോട്. അപ്പോൾ ഫഔസാഹ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ വരുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് പിരിഞ്ഞ് യാത്ര പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അവളോട് പറഞ്ഞു അൻ തഖൂല ലി ഇസ്മായിൽ അൻ യുഗയ്യറ അതബത ബാബിഹി, ഇസ്മായിൽ വരികയാണെങ്കിൽ നീ അവനോട് കാര്യം പറഞ്ഞൊരു വസിയത്തുണ്ട്, വാതിലിൻ്റെ ഉമ്മരപ്പടി ഒന്ന് മാറ്റാൻ വേണ്ടി അവനോട് പറയണം എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷാമിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വന്നു. വാപ്പ എന്താണോ ഉദ്ദേശിച്ചത് വന്നത് വാപ്പയാണ്, വാപ്പ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കി. ഫതല്ലഖ ഇംറഅതഹു, ആ പെണ്ണിനെ അദ്ദേഹം വിവാഹമോചനം നടത്തി. അവളൊരു കുടുംബത്തിന് പറ്റാത്ത സ്ത്രീയാണ്, പക്വതയില്ലാത്ത, കാര്യബോധമില്ലാത്ത ഇതാണ് എന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി മനസ്സിലാക്കി. അതിലേറെ പിന്നെ ഒരു മനസ്സിലാക്കാൻ വേറെയില്ല താനും. അങ്ങനെ അതിന്റെ ശേഷം വതസവ്വജ ഇംറഅതൻ ഉഖ്റ, മറ്റു ഒരു പെണ്ണിനെ ഇസ്മായിൽ നബി വിവാഹം കഴിച്ചു. വഹിയ ഇബ്നത്തും മുലാലിൻ ബിൻ അംറിൻ കബീർ ജുർഹും വസയ്യിദിഹിം അലാ ഖൗലിൽ അക്തർ, ബഹുഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് മുലാൽ ഇബ്നു അംറി എന്ന് പറയുന്ന മനുഷ്യൻ ജുർഹും ഗോത്രക്കാരുടെ തലവനും ഗ്രാമമുഖ്യനും പ്രമുഖനുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകളെ രണ്ടാമത് ഇസ്മായിൽ നബിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ അതിന്റെ ശേഷം പിന്നെ വജാ ഇബ്രാഹിം അലൈഹിസ്സലാം മറത്തൻ ഉഖ്റ, മറ്റൊരു പ്രാവശ്യം വീണ്ടും വന്നു. ബഅദ അൻ തസവ്വജ ഇസ്മായിൽ ഹാദിഹി സൗജത്ത് സാനിയ, രണ്ടാം വിവാഹത്തിന്റെ ശേഷം. ഫലം യജിദുഹു, അപ്പോഴും മകനെ കണ്ടില്ല. ഫറജ ഇല ഫലസ്തീൻ, ഷാമിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോയി. ബഅദ അൻ സഅല സൗജതഹു അൻഹു അൻ അഹ്വാലിഹിമ, എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിത അവസ്ഥകൾ, എന്തൊക്കെ വിശേഷങ്ങൾ, എന്തൊക്കെയാണ് കുടുംബകാര്യങ്ങൾ, എന്തൊക്കെ അന്വേഷിച്ചു. ഫഅസ്നത് അലല്ലാഹി ബിഖൈർ, അൽഹംദുലില്ലാഹ്, ഞങ്ങൾ നല്ല ഖൈറിലാണ്, വിശാലതയിലാണ്, ബറക്കത്തിലാണ്, നിഅമത്തിലാണ്. അവൾ അള്ളാഹുവിന്റെ മേൽ പ്രശംസിച്ചു പറഞ്ഞു. ഫഔസ ഇല ഇസ്മായിൽ അൻ യുസബ്ബിത അതബത ബാബിഹി, ഇസ്മായിൽ വരികയാണെന്നുണ്ടെങ്കിൽ വാതിലിന്റെ ഉമ്മരപ്പടി നിലനിർത്താൻ വേണ്ടി പറയേണ്ടി എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, ആ ഭാര്യയെ നിലനിർത്തുകയും ചെയ്തു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് മറ്റൊരു പ്രാവശ്യം ഇബ്രാഹിം നബി വീണ്ടും വന്നു. ثم جاء ഇബ്രാഹിം بعد ذلك فلقي ഇസ്മായിൽ, ആ പ്രാവശ്യം വന്ന സമയത്ത് ഇസ്മായിൽ നബി അദ്ദേഹം കണ്ടു, വീട്ടിലുണ്ട്, മകൻ അവിടെ ഉണ്ട്. വഹു യബ്രി നബിലൻ ലഹു തഹ്ത ദൗഹത്തിൻ ഖരീബൻ മിൻ സംസം, സംസം കിണറിന്റെ അടുത്തുള്ള ചെറിയൊരു കുന്നിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഒരു അമ്പൊക്കെ അതിങ്ങനെ ഒഴിഞ്ഞ് വൃത്തിയാക്കാണ്. അവരന്ന് വേട്ടയായിരുന്നവർ, മൃഗങ്ങൾ വേട്ടയാട്, ഇതായിരുന്നു കാര്യമായിട്ട് അവരുടെ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടായിരുന്നത്. അവർക്കന്ന് ഈ പറയുന്ന ധാന്യങ്ങളും കാര്യങ്ങളും അത് കഴിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരുമായിരുന്നു ഹദീസുകളിലൊക്കെ. ഇതാണ് വന്നത്. ഇതൊക്കെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിലൊക്കെ ഉള്ള സംഭവമാണ്. താരം ഒരു അമ്പ് അത് ഒഴിഞ്ഞ് വൃത്തിയാക്കി ശരിയാക്കുന്ന രംഗം ആ സമയത്താണ്. ഫലമ്മ റആഹു, പിതാവ് ഇബ്രാഹിം നബിയെ കണ്ടപ്പോൾ ഖാമ ഇലൈഹി, ഇസ്മായിൽ നബി പിതാവിലേക്ക് എണീറ്റ് നിന്നു.
ഫസ്വനഅ കമാ യസ്നഉൽ വാലിദ് ബിൽ വലദി വൽ വലദു ബിൽ വാലിദ്. മാതാവ് ഒരു പിതാവ് മകനെ കൊണ്ട് ചെയ്യുന്നത് പോലെ, മകൻ പിതാവിനെ കാണുമ്പോൾ ചെയ്യുന്നത് പോലെ മുആനഖത്ത് ചെയ്യുകയും കൂട്ടിപ്പിടിക്കുകയും മുത്തുകയും തലക്കും മുഖത്തും മുത്തുകയും പോലത്തെ ബഹുമാനാദരവിന്റെ സ്നേഹപ്രകടനങ്ങളൊക്കെ അവർ തമ്മിൽ നടന്നു എന്നർത്ഥം. വകാന ലിഖാഉ മാ ബഅദ ഫത്രത്തിൻ ത്വീലത്തിൻ മിന സമൻ. ഒരുപാട് വർഷങ്ങളുടെ ശേഷമാണ് അവർ രണ്ടാളും നേരിട്ട് കണ്ടുമുട്ടിയത്. വാപ്പ മുമ്പ് 2 പ്രാവശ്യം വന്നിരുന്നു, അന്ന് കാണാൻ കഴിഞ്ഞില്ലായിരുന്നു. ഇത്ര ദീർഘമായ കാലഘട്ടത്തിൽ ഒരു പിതാവിനൊരിക്കലും ക്ഷമിക്കാൻ കഴിയൂല. വളരെ ദയയുള്ള വാത്സല്യമുള്ള ഒരു പിതാവിന് സ്വന്തം മകനെ കാണാതെ, അതേപോലെ തന്നെ മാതാപിതാക്കളോട് ബിർറു ചെയ്യുന്ന ബാറായ സ്വാലിഹായ വിവേകവും പക്വതയുമുള്ള ഒരു മകന് തൻ്റെ പിതാവിനെ ഇത്ര ദീർഘമായ കാലം കാണാതിരിക്കാൻ കഴിയൂല. അപ്പോൾ അവരിങ്ങനെ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ആ സ്നേഹപ്രകടനവും ആ ബഹുമാനും ആദരവും അവർ തമ്മിൽ അവിടെ കൈമാറി. വഫീ ഹാദിഹിൽ മറത്തി ബനയൽ കാബ. ഈ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കൽപ്പന അള്ളാഹുവിൻ്റെ നിർദ്ദേശവുമായിട്ടാണ് വന്നത്. ഈ പറയുന്ന പ്രദേശത്ത് അള്ളാഹുവിൻ്റെ ഭവനമെടുക്കാൻ വേണ്ടി എന്നോട് കൽപ്പനയുണ്ട്, അതിന് സഹായം നിന്റെ ഭാഗത്തിൽ നിന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ആ കൽപ്പന നിർവഹിക്കാനും പൂർത്തീകരിക്കാനും പിതാവിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് കൂടെ നിന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗവും പരിശുദ്ധ ഖുർആനിൽ കൂടെ പറയുന്നുണ്ട്. കാബ ഷരീഫിന്റെ അസ്ഥിവാരം അവർ പടുത്തുയർത്തുന്ന സമയത്ത് അല്ലാഹു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് പറഞ്ഞ ആ ഭാഗങ്ങൾ സൂറത്തുൽ ബഖറയിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. വറഫഅ ഖവാഇദഹ. കാബ ഷരീഫിന്റെ അസ്ഥിവാരങ്ങൾ അവർ ഉയർത്തി. വഅദ്ന ഇബ്രാഹിം ഫിന്നാസി ബിൽ ഹജ്ജ് കമാ അമറഹുല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആളുകളോട്, ലോകത്തുള്ള ആളുകളോട് ഹജ്ജിന് വരാൻ വേണ്ടിയുള്ള വിളംബരം അവിടെ വെച്ച് ചെയ്യുകയും ചെയ്തു. വഖദ് റസഖല്ലാഹു ഇസ്മായിൽ. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ പറയുന്ന മുളാദ് എന്ന് പറയുന്ന മനുഷ്യന്റെ മകളെ വിവാഹം കഴിച്ച് 12 മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നുള്ളത്. 12 മക്കൾ ആൺമക്കളായിട്ട് തന്നെ. അവരുടെ പേരുകൾ നാബിത്ത്, ഖൈദാർ, അദ്ബായിൽ, മിഷാം, മിഷ്മാ, ദൂമ, മീഷ, ഹദദ്, തൈമ, യതൂർ, നഫീസ്, ഖൈദുമാൻ. ഈ പറയുന്ന പേരുകളായിരുന്നു എന്ന് ചരിത്രകാരന്മാരായ പണ്ഡിതന്മാർ എഴുതി വച്ചത് കാണാൻ കഴിയും. അങ്ങനെ ഈ പറയുന്ന 12 മക്കളിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങൾ, ഗോത്രങ്ങൾ അത് വികസിച്ച് കൂടി വർദ്ധിച്ച് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അവർ താമസിക്കാൻ തുടങ്ങി എന്നുള്ളത്. അവരിൽപ്പെട്ട സക്കനത്ത് കുല്ലുഹാ ഫി മക്ക മുദ്ദത്തൻ മിന സമാൻ. ഈ പറയുന്ന 12 മക്കളും അവരുടെ പേരമക്കളും കുടുംബങ്ങളും ഒരുപാട് കാലം മക്കയിൽ തന്നെ അവർ കഴിച്ചുകൂട്ടി. വക്കാന ജുല്ലു മഈശത്തിഹിം ഇദാക തിജാറത്തു മിൻ ബിലാദിൽ യമൻ ഇലാ ബിലാദി ഷാമി വമസ്ർ. അവർക്ക് കച്ചവടമുണ്ടായിരുന്നു, ഷാമിലേക്കും മിസ്റിലേക്കുമുള്ള കച്ചവടമുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേട്ടയുണ്ടായിരുന്നു. അത് കൃഷി പോലത്തെ കാര്യങ്ങളൊന്നും അന്ന് അവർക്ക് അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത്. അതിനുള്ള സാഹചര്യങ്ങളും ഭൂപ്രദേശവും അനുയോജ്യവുമല്ലായിരുന്നു. കച്ചവടവും വേട്ടയും ഇതൊക്കെയായിരുന്നു അവരുടെ ജീവിത ഉപാധിയായിട്ട് സ്വീകരിച്ചിരുന്നത്. ثم انتشرت هذه القبائل في أرجاء الجزيرة. ജസീറയുടെ അഥവാ അറേബ്യൻ ഉപദ്വീപിന്റെ പല ഭാഗങ്ങളിലേക്കും പിന്നീട് ആളുകൾ അങ്ങനെ അവർ വികസിച്ച് പടർന്ന് താമസം മാറി പോയി. അതേപോലെ തന്നെ ജസീറത്തുൽ അറബിന്റെ പുറത്തേക്കും അവർ താമസങ്ങൾ തുടങ്ങി എന്നുള്ളത്. ثم അദ്റജത് അഹ്വാലുഹും ഫീ ഗയായിബ് അസ്സമാൻ. പിന്നീട് ആ കുടുംബങ്ങളൊക്കെ എന്തായി, അവരുടെ ചരിത്രം കാര്യങ്ങളും നാമാവശേഷമായി പോകുന്ന അവസ്ഥയിലായി പല കുടുംബങ്ങളും. ഇല്ല ഔലാദു നാബിത്തിൻ വ ഖൈദാർ. നാബിത്ത്, ഖൈദാർ എന്ന് പറയുന്ന ഈ 2 മക്കളുടെ പരമ്പരകൾ ചരിത്രപരമായിട്ട് അവരുടെ ചരിത്രവും അവരുടെ വിവരങ്ങളുമാണ് രേഖപ്പെടുത്തപ്പെട്ടതും അതേപോലെ തന്നെ ക്രോഡീകരിക്കപ്പെട്ടതും അങ്ങനെയാണ്. വഖദ് ഇസ്ദഹറത് ഹലാറത്തുൽ അൻബാത്തി അബ്നാഇ നാബിത്ത്. നാബിത്ത് എന്ന് പറയുന്ന ഈ മകന്റെ സന്താന പരമ്പരകൾ അവരുടെ കാര്യങ്ങൾ അത് വികസിച്ചിട്ട്, ആ സംസ്കാരം അത് വികസിച്ചു. ഫി ഷിമാലിൽ ഹിജാസ്. ഹിജാസിന്റെ അറേബ്യൻ ഉപദ്വീപിന്റെ ഏകദേശം വടക്ക് ഭാഗത്തേക്ക്. വകവ്വനു ദൗലത്തൻ ഖവിയ്യത്തൻ. ശക്തമായൊരു രാജ്യം അവരുണ്ടാക്കി. ആസിമത്തുഹ അൽ ബത്ര. ബത്ര എന്ന് പറയുന്ന സ്ഥലമായിരുന്നു അതിന്റെ തലസ്ഥാനം. അൽ മദീനത്തു അൽ അഥരിയത്തുൽ ഖദീമത്തു അൽ മഅറൂഫത്തു ബി ജനൂബിൽ ഉർദുൻ. ജോർദാനിന്റെ തെക്ക് ഭാഗത്ത് പുരാതനമായി, വളരെ പുരാതന കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പട്ടണമാണ് ബത്ര എന്ന് പറയുന്നത്. ജോർദാനിലുള്ള ആളുകൾക്ക് ആ പറയുന്ന പട്ടണത്തിനെ കുറിച്ച് അറിയപ്പെടുന്നതാണ്. ആ പറയുന്ന പ്രദേശശക്തമായ ഈ പറയുന്ന നാബിത്ത് എന്ന് പറയുന്ന മകന്റെ സന്താന പരമ്പരകൾ, രാജകുടുംബങ്ങൾ വികസിച്ച് ഭരണം നടത്തിയിരുന്നു. വഖദ്ദാന ലിഹാദിഹി ദൗലത്തി അന്നബത്തിയത്തി മൻ ബി അത്റാഫിയ. ആ പ്രദേശങ്ങളിലുള്ള മനുഷ്യർ മുഴുവനും ഈ പറയുന്ന രാജ്യത്തിന് അവർക്ക് കീഴടങ്ങിക്കൊണ്ടാണ് ജീവിച്ചത്. വലം യസ്തത്തി അഹദുൻ അൻ യുനാവി അഹാ ഹത്താ ജാഅ റൂമാൻ വഖലൗ അലൈഹ. റോമക്കാർ വന്ന് ആധിപത്യം പുലർത്തി ആക്രമണം നടത്തിയിട്ടാണ് ഈ രാജകുടുംബങ്ങളെ തകർത്തിയതിന്റെ ശേഷമാണ് പിന്നീട് അവിടെ അവരുടെ ആധിപത്യം അവസാനിക്കുന്നത്. അതുവരെ അവരായിരുന്നു ആ പ്രദേശങ്ങളിൽ ആധിപത്യം അധികാരവും ഉണ്ടായിരുന്നത്.
വഖദ് ജനഹത് ത്വായിഫത്തുൻ മിനൽ മുഹഖ്ഖിഖീൻ മിൻ അഹ്ലിൽ ഇൽമി ബിൽ അസ്ബാബി ഇന്ന മുലൂക ആലി ഗസ്സാൻ. ആലി ഗസ്സാൻ എന്ന് പറയുന്നത് ഷാമിന്റെ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന രാജകുടുംബങ്ങളാണ്. ആ പറയുന്നവർ ഹിജാസ്, ഷാം പോലത്തെ അതിൻ്റെയൊക്കെ ആ ഭാഗത്തുള്ള ആളുകളാണ്. അവിടെ ഭരണം നടത്തിയിരുന്ന ആളുകളാണ് ആലു ഗസ്സാൻ എന്ന പേരിൽ അറിയപ്പെടുന്നവർ. അതേപോലെ തന്നെ വഖദ അൽ അൻസാറു മിനൽ ഔസി വൽ ഖസ്റജ് ഇന്നമാ കാനു മിൻ ആലി നാബിത്ത് ബിൻ ഇസ്മായിൽ. മദീനയിലുണ്ടായിരുന്ന ഔസ് ഖസ്റജി എന്ന് പറയുന്നവരൊക്കെ ഇസ്മായിൽ നബിയുടെ നാബിത്ത് എന്ന് പറയുന്ന ഈ മകന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് എന്ന് ചരിത്രകാരന്മാരായ വിശ്വാസയോഗ്യരായ ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്. ഔസ് ഖസ്റജ് മദീനക്കാരൊക്കെ ഇസ്മായിൽ നബിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണ്. ബഖായാഹും ഫീ തിൽക ദിയാർ, അവരുടെ ബാക്കിയുള്ള മറ്റുള്ളവരൊക്കെ ആ പ്രദേശങ്ങളിൽ കഴിച്ചുകൂട്ടി. വഇലൈഹി മാലൽ ഇമാമുൽ ബുഖാരി റഹിമഹുല്ല ഫി സഹീഹിഹി. ഇമാം ബുഖാരി റഹിമഹുല്ലക്ക് ഈ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഔസ് ഖസ്റജൊക്കെ ഇസ്മായിൽ നബിയുടെ നാബിത്ത് എന്ന് പറയുന്ന ഈ മകന്റെ സന്താന പരമ്പരയിലേക്കാണ് ചെന്നു ചേരുന്നത് എന്ന്. വഅമ്മ ഖൈദാർ ബിൻ ഇസ്മായിൽ, ഖൈദാർ എന്ന് പറയുന്ന ആ മകൻ ഇസ്മായിൽ നബിയുടെ ഫലം യസൽ അബ്നാഉഹു ബിമക്ക, അവർ മക്കയിൽ തന്നെ കഴിച്ചുകൂട്ടി. യതനാസലൂന ഹുനാക, അവിടെ സന്താനങ്ങൾ പെറ്റുപെരുകി വർദ്ധിക്കുന്നവരായിട്ട്. ഹത്താ കാന മിൻഹു അദ്നാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പിതാമഹന്മാരുടെ കൂട്ടത്തിൽ പരമ്പരപരമായിട്ട് വിശ്വാസയോഗ്യമായി എത്തിപ്പെടുന്ന അദ്നാൻ എന്ന് പറയുന്ന ആ പിതാവ്, ആ പറയുന്ന സന്താന പരമ്പരയിൽ കൂടെ ഖൈദാർ എന്ന് പറയുന്ന ഈ മകന്റെ കുടുംബത്തിൽ കൂടെയാണ് പിന്നെ ഉണ്ടാവുന്നത്. വലദുഹു മഅദ്, അദ്നാന്റെ മകൻ മഅദ്. വമിൻഹു ഹഫിളത്തിൽ അറബു അൽ അദ്നാനിയത്തു അൻസാബഹ, അദ്നാരികൾ എന്ന് പറയുന്ന ഈ അറബികൾ അവരുടെ പരമ്പര സംരക്ഷിച്ചു വന്നത് പിന്നെ അവിടുന്നാണ്. അദ്നാൻ എന്ന് പറയുന്ന റസൂലിന്റെ പിതാമഹന്മാർ വരെയുള്ള ആ പരമ്പര അത് വിശ്വാസയോഗ്യമാണ്, സഹിയായ ഹദീസുകളിൽ വന്നതാണ്. അദ്നാൻ എന്ന് പറയുന്ന ആ മകൻ മുതൽ ഇസ്മായിൽ നബി വരെ, ഇസ്മായിൽ നബി മുതൽ ഇബ്രാഹിം നബിയും കഴിച്ച്, നൂഹ് നബി കഴിച്ച്, ആദം നബി വരെയുള്ള പരമ്പരകൾ പല അഭിപ്രായങ്ങളുമുണ്ട്. വിശ്വാസയോഗ്യമായ സ്വീകാര്യയോഗ്യമായ ഒരു രേഖ ആ വിഷയത്തിൽ ഇല്ലതാനും. അദ്നാൻ ഹുവൽ ജദ്ദു അൽ ഹാദി വൽ ഇശ്റൂൻ ഫി സിൽസിലത്തിൻ നസബി അന്നബവി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാമഹന്മാരുടെ ആ പിതാമഹന്മാരുടെ ആ പരമ്പരയിൽ ആ സനദിലുള്ള 21ാമത്തെ പിതാമഹനാണ് അദ്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ. വഖദ് വറദ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദൻ തസബ ഫബലഗ അദ്നാൻ യുംസിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിതാമഹന്മാരുടെ പരമ്പര എങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അബ്ദു മനാഫ് പറഞ്ഞു, ഖുസയ്യ് പറഞ്ഞു, കിലാബ് പറഞ്ഞു, അങ്ങനെ പോയി അദ്നാൻ വരെ എത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംസക്, പിന്നീട് പറയൂല ഇന്നാളാണ് ഇന്നാളെ മകൻ, ഇന്നാളെ മകൻ എന്നുള്ളത് പറയൂല. വയഖൂലു കദബൻ നസ്സാബൂൻ, ചരിത്രകാരന്മാരായ പാരമ്പര്യം ആളുകളുടെ പരമ്പര പറയുന്ന ആൾ കളവ് പറഞ്ഞു എന്ന് റസൂൽ പറയലുണ്ട് എന്ന് ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. നസ്റുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹിക്ക് ഈ പറയുന്നത് മൗദൂ ആണ്, ലൈഫാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കദബൻ നസ്സാബൂൻ എന്ന് പറയുന്നത് ഹദീസല്ല, അത് അബ്ദുല്ലാഹിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ് എന്ന അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തുകൊണ്ട് ഒരിക്കലും അത് സ്വീകാര്യോഗ്യമല്ല. അതുകൊണ്ട് തന്നെ പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അപ്പുറത്തുള്ളത് പറയലില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. വദഹബ ജംഉ മിനൽ ഉലമാഇ ഇലാ ജവാസി റഫഇ നസബി ഫൗക അദ്നാൻ, അദ്നാനിന്റെ മുകളിലേക്കും ഈ പരമ്പര ഉയർത്തി പറയാമെന്ന അഭിപ്രായം ചില പണ്ഡിതന്മാർ പറഞ്ഞതിന് ശേഷം ഈ പരമ്പര വിശദമായിട്ട് നമ്മളിതിൽ പറയുന്നുണ്ട്. വഖദ് തഫറഖത് ബുതൂനു മഅദ്ദിൻ മിൻ വലദി നിസാർ, അങ്ങനെ പിന്നെ അദ്നാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മകന് മഅദ്, ആ മഅദ് എന്ന് പറയുന്ന ആൾക്ക് നിസാർ എന്ന് പറഞ്ഞ മകനുണ്ടായി, ഏക മകനായിരുന്നു എന്നുള്ളത്. മഅദ്ദിന് നിസാർ എന്ന് പറഞ്ഞ ഏക മകനായിരുന്നു. വഖീല ലം യകുല്ലി മഅദ്ദിൻ വലദുൻ ഗൈറു, മഅദ്ദിന് നിസാർ എന്ന് പറയുന്ന മകനില്ലാതെ വേറെ ഉണ്ടായിട്ടില്ല. തയ്യിബ്, അങ്ങനെ ഈ നിസാർ എന്ന് പറയുന്ന ആൾക്ക് അർബഅത്തു ഔലാദിൻ, 4 മക്കളുണ്ടായി. മഅദ്ദിന് ഏക മകൻ നിസാറിന് 4 മക്കൾ ഉണ്ടായി. തശഅബത്ത് മിൻഹും അർബഅത്തു ഖബായില അളീമ, ആ മക്കൾ വർധനവുണ്ടായി. അവരിൽ നിന്ന് പിന്നെ 4 വലിയ വളരെ ആൾക്കൂട്ടങ്ങളുള്ള വിശാലമായ 4 ഗോത്രങ്ങളുണ്ടായി. ആ ഗോത്രങ്ങൾ ഇയാദുൻ വ അൻമാറുൻ വ റബീഅത്തു വ മുളർ. ഇയാദ്, അൻമാർ, റബിഅ, മുളർ എന്ന് പറയുന്ന 4 ഗോത്രങ്ങൾ, ധാരാളം ആളുകൾ ഉണ്ടായിരുന്ന 4 ഗോത്രങ്ങളുണ്ടായി. വഹാദാനി അൽ അഖീറാൻ, ഈ റബിഅ, മുളർ എന്ന് പറയുന്ന അവസാനം പറഞ്ഞത് ഹുമല്ലദാനി കഥുറത്ത് ബുത്തൂനുഹുമ വത്തസഅത് അഫ്ഖാദുഹുമ, അവരുടെ ഉപഗോത്രങ്ങൾ അത് വർദ്ധിക്കുകയും ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവുകയും ചരിത്രപരമായിട്ട് അവരുടെ തലമുറകളും കാര്യങ്ങളും സൂക്ഷിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത്. ഫകാന മിൻ റബിഅത ലുബൈഅ, റബിഅ എന്ന് പറയുന്ന ആ ഗോത്രത്തിൽ ലുബൈഅ ഉണ്ടായി. അസദ് എന്ന് പറയുന്ന ആ ഗോത്രത്തിന്റെ ഉപഗോത്രമായിട്ട് അൻസ, ജദീല വമിൻ ജദീലത അൽ ഖബായിൽ കസീറത്തുൽ മഷ്ഹൂറ, പ്രസിദ്ധമായ മറ്റു കുറേ ഗോത്രങ്ങളുണ്ടായി.
അബ്ദുൽ ഖൈസ്, നമിർ, ബനു വായിൽ അല്ലദീനഹും മിൻ ബക്രിൻ വ തഗ്ലബ്, അവരിൽ നിന്നാണ് ബക്കർ, തഗ്ലബ് എന്നുള്ള അറബി ഗോത്രങ്ങൾ. വമിൻ ബനി ബക്രിൻ ബനു ഖൈസിൻ ബനു ഷൈബാൻ ബനു ഹനീഫ വഗൈറുഹ. വ അമ്മ അനസ, ഈ പറയുന്ന അനസ എന്ന് പറയുന്ന ആ ഗോത്രം, അൻസ അതല്ലെങ്കിൽ അനസ, ഫമിൻഹ ആലു സഊദിൻ മുലൂക്കുൽ മംലക്കത്തിൽ അറബിയത്തി സഊദിയത്തി ഫി ഹാദ സമാൻ, ഇന്നുള്ള സൗദി അറേബ്യ ഭരിക്കുന്ന ആലു സഊദി എന്ന് പറയുന്ന ആ കുടുംബങ്ങൾ അൻസ എന്ന് പറയുന്ന ഈ റബിയത്ത് ഗോത്രത്തിൽ നിന്ന് വന്ന അൻസ എന്ന് പറയുന്ന അതിൽപ്പെട്ടവരാകുന്നു. സൗദി അറേബ്യയിൽ നിന്ന് ഭരിക്കുന്ന ഗോത്രം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് സന്താന പരമ്പരയുള്ളവരാണ്, അവർക്ക് അറിയപ്പെട്ടവരുമാണ്. വതശഅബത് ഖബായിലു മുളർ, പിന്നെ മറ്റൊന്നുള്ളത് മുളറാണ്. മുളർ എന്ന് പറയുന്ന അവർ രണ്ട് ചെറിയ ഗോത്രം, അലീം ഇലാ ശുഅബത്തൈനി അലീമത്തിൻ, വലിയ രണ്ട് ഗോത്രങ്ങളായി അവർ മാറി. ഖൈസ് ഐലാൻ ബിൻ മുളർ, ബുത്തൂനു ഇല്യാസ് ബിൻ മുളർ എന്ന് പറയുന്ന രണ്ട് ഗോത്രങ്ങൾ. ഫമിൻ ഖൈസ് ഐലാൻ ബനു സലീം ബനു ഹവാസിൻ ബനു സഖീഫ് ബനു സഅസഅ ബനു ഖത്ഫാൻ. വമിൻ ഖത്ഫാൻ, ഈ ഖത്ഫാൻ എന്ന് പറഞ്ഞതിൽ നിന്ന് അബസ്, ദുബിയാൻ, അഷ്ജാ, അഴ്സുർ. വമിൻ ഇല്യാസ് ബിൻ മുളർ, മുളറിന്റെ മക്കളായ ഇല്യാസ്, അതിൽ നിന്നിട്ട് തമീം ബിൻ മുറ, ഹുദൈൽ ബിൻ മുദ്രിക, ബനു അസദ് ബിൻ ഖുസൈമ, ബുത്തൂനു കിനാനത്ത് ബിൻ ഖുസൈമ. വമിൻ കിനാനത്ത് ഖുറൈശ്, ഈ പറയുന്ന കിനാന എന്ന് പറയുന്ന അതിൽ നിന്നാണ്, അഥവാ മുളർ എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്ന് വന്ന, അവരുടെ സന്താന പരമ്പരകൾ കൂടി വന്ന കിനാനത്തിൽ നിന്നാണ് ഖുറൈശ് എന്ന് പറയുന്ന ഗോത്രം വന്നത്. മുളർ എന്ന് പറയുന്ന ഇവർ ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മദീനയിൽ വന്ന ഒരു രംഗം സഹിഹായ ഹദീസുകളിലുണ്ട്. അവർ വന്ന സമയത്ത് ദാരിദ്ര്യം സഹിക്കാൻ കഴിയാത്ത ദാരിദ്ര്യം കാരണം മൃഗങ്ങളുടെ തോലൊക്കെ അണിഞ്ഞുകൊണ്ട് പൂർണ്ണമായ വസ്ത്രം ധരിക്കാനില്ലാതെ കഴിക്കാനുള്ള ഭക്ഷണ വിഭവങ്ങളില്ലാതെ വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവരണമാവുകയും അവിടുന്ന് മിമ്പറയിൽ കയറുകയും ദാനധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സംഭവം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ പറയുന്ന മുളർ അവർ പ്രമുഖരായ ഗോത്രങ്ങളായിരുന്നു. അതിൽ നിന്നുള്ള കിനാനത്തിൽപ്പെട്ട ആളാണ് ഖുറൈശ്. വഹും ഔലാദു ഫിഹ്ർ ബിൻ മാലിക് ബിൻ നളരി ബിൻ കിനാന, കിനാനത്തിന്റെ മകനായ കിനാനത്തിന്റെ പിതാവ് നളർ, നളറിന്റെ പിതാവായ മാലിക്, മാലിക്കിന്റെ മകൻ ഫിഹ്ർ, ആ പറയുന്ന സന്താന പരമ്പരകളിൽപ്പെട്ടവരാകുന്നു. വഹും മിൻ ഔലാദു ഫിഹിറിൻ ബിൻ മാലിക്, ഫിഹറിന്റെ പിതാവ് മാലിക്, അദ്ദേഹത്തിന്റെ പിതാവ് നളർ, അദ്ദേഹത്തിന്റെ പിതാവ് കിനാന. വൻഖസമത്ത് ഖുറൈശൻ ഇലാ ഖബായില ഷത്ത, ഖുറൈശ് എന്ന് പറയുന്ന ഈ ഗോത്രം തന്നെ ഒരുപാട് ഉപഗോത്രങ്ങളായിട്ട് വീണ്ടും അത് വിഹിതം വെച്ചു വന്നു. മിൻ അഷ്ഹരിഹ ജുമഹുൻ വസഹുമുൻ വഅദിയുൻ വമഖ്സൂമുൻ വതൈമുൻ വസുഹറ വബുത്തൂൻ ഖുസൈ ബിൻ കിലാബ് വഹിയ അബ്ദുദ്ദാർ ബിൻ ഖുസൈ വഅസദ് ബിൻ അബ്ദുൽ ഉസ്സ ബിൻ ഖുസൈ വഅബ്ദു മനാഫ് ബിൻ ഖുസൈ. ഈ അബ്ദു മനാഫ് എന്ന് പറയുന്നത് ഖുറൈശിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം പിതാമഹന്മാരുടെ കൂട്ടത്തിലായിട്ട് വരുന്നവരാ. വകാന മിൻ അബ്ദി മനാഫിൻ അർബഅ ഫസായിൽ അബ്ദു ഷംസ് വനൗഫൽ വൽ മുത്തലിബ് വഹാഷിം. ഈ ഹാഷിമാണ് പിന്നീട് റസൂലിന്റെ പിതാമഹനായിട്ട് വരുന്നു. വബൈത്തു ഹാഷിം ഹുവല്ലദി ഇസ്തഫല്ലാഹു മിൻഹു സയ്യിദനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ പേര് അബ്ദുള്ള, അവരുടെ പിതാവിന്റെ പേര് അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ പിതാവിന്റെ പേര് ഹാഷിം. ഈ പറയുന്ന ഹാഷിം ആ കുടുംബ പരമ്പരയിൽ കൂടിയാണ് അള്ളാഹുവിന്റെ റസൂല് വന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ അസ്തഫാ മിൻ വലദി ആദം മിൻ വലദി ഇബ്രാഹിമ ഇസ്മായിൽ. ഇബ്രാഹിം നബിയുടെ സന്താനങ്ങളിൽ നിന്ന് അള്ളാഹു ഇസ്മായിൽ നബിയെ തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ വലദി ഇസ്മായിൽ ബനി കിനാന, ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരകളിൽ നിന്ന് ബനു കിനാനയെ തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ബനി കിനാനത ഖുറൈശൻ വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാഷിമിൻ വസ്തഫാനി മിൻ ബനി ഹാഷിം. ബനു കിനാനയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുറൈശിനെ തെരഞ്ഞെടുത്തു, ഖുറൈശിൽ നിന്ന് ബനു ഹാഷിമിനെ തെരഞ്ഞെടുത്തു, അതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ തെരഞ്ഞെടുത്തു. ഏറ്റവും ശ്രേഷ്ഠരായ, ഈ ലോകത്ത് വന്ന ഏറ്റവും ഉത്തമരായ കബീല, കുടുംബം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായ ഖുറൈശ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ, ഈ ഹദീസിന്റെ ചില റിവായത്തുകൾ, ചില വാക്കുകൾ നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുല്ലാ മൊത്തത്തിൽ പൊതുവിൽ സഹിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില വാക്കുകൾ ലഈഫാണ്, ബലഹീനമാണ് എന്ന് പറഞ്ഞു. മൊത്തത്തിൽ ഈ പറയുന്ന വിഷയം അത് സ്വീകാര്യോഗ്യമായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ, അല്ലാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചു. ഫജഅലനി മിൻ ഖൈരി ഫിറഖിഹിം, അവരിലുള്ള ഏറ്റവും ഉത്തമരായ സംഘത്തിൽ നിന്നാണ് അല്ലാഹു തആല എന്നെ സൃഷ്ടിച്ചത്. വഖൈരിൽ ഫിർഖൈൻ, ഏറ്റവും ഉത്തമരായ രണ്ട് സംഘത്തിൽ നിന്ന്, ഉത്തമരായതിൽ നിന്നും. തുമ്മ തഖയ്യറൽ ഖബായിൽ, പിന്നെ കുടുംബങ്ങൾ അല്ലാഹു ഏറ്റവും നല്ലതിനെ തെരഞ്ഞെടുത്തു. ഫജഅലനി മിൻ ഖൈരിൽ ഖബീല, ഏറ്റവും ഉത്തമമായ കുടുംബത്തിൽ നിന്ന് അല്ലാഹു തആല എന്നെയാക്കി. തുമ്മ തഖയ്യറൽ ബുയൂത്ത്, പിന്നെ ഭവനങ്ങൾ അല്ലാഹു ഏറ്റവും ഉത്തമമായ ഭവനം ഏതാണ് എന്ന് തെരഞ്ഞെടുത്തു. ഫജഅലനി മിൻ ഖൈരി ബുയൂത്തിഹിം, അവിടെ ഏറ്റവും ഉത്തമമായ വീട്ടിൽ നിന്ന് എന്നെ അല്ലാഹു തആലയാക്കി. ഫഅന ഖൈറുഹും നഫ്സൻ വഖൈറുഹും ബൈത്താ, ശാരീരികമായിട്ടും കുടുംബപരമായിട്ടും
ഞാൻ അവരിൽ ഏറ്റവും ഉത്തമമായ വ്യക്തിയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു. ആ പറഞ്ഞ വാക്കുകളിൽ ചില വാക്കുകൾ ദഈഫാണെങ്കിലും മൊത്തത്തിൽ ആ പറയുന്ന ആശയം അത് ശരിയാണ്, സഹീഹാണ്. വലമ്മാ തകസ്സറ ഔലാദു അദ്നാൻ, അദ്നാനിന്റെ മക്കൾ, ഈ പറയുന്ന അദ്നാൻ എന്ന് പറയുന്ന പിതാമഹന്റെ മക്കൾ അങ്ങനെ വർദ്ധിച്ചപ്പോൾ തഫറഖു ഫി അൻഹാ അശത്ത മിൻ ബിലാദിൽ അറബി, അറേബ്യൻ നാടുകളിൽ പല സ്ഥലങ്ങളിലേക്കും അവർ യാത്ര പോയി, പിരിഞ്ഞുപോയി. മുത്തതബ്ബിഈന മവാഖി അൽ ഖത്രി വ മനാബിത്തൽ ഉഷ്ബി, അവിടെ കാലികൾക്കുള്ള പുല്ലുകളും മേയ്ക്കാനുള്ള സ്ഥലങ്ങളും അതേപോലെ തന്നെ ജലസേചന സൗകര്യങ്ങളുമുള്ള ഭൗതികമായ വിഭവങ്ങൾ അവർക്ക് കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിലേക്ക് പോയി. ഫഹാജറത്ത് അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന അവർ അബ്ദുൽ ഖൈസ് ഹിജറ പോയി. വബുത്തൂനു മിൻ ബക്കർ ഇബ്നു വായിൽ, ബക്കർ ഇബ്നു വായിൽ എന്ന് പറയുന്ന അതിൽപ്പെട്ട കുറച്ച് ആളുകളും വബുത്തൂനു മിൻ തമീമിൻ ഇലൽ ബഹ്റൈൻ ഫഅഖാമു ബിഹാ, ബഹ്റൈനിലേക്ക് പോയി അവരവിടെ അങ്ങനെ താമസിച്ചു എന്നുള്ളത്. ഇവരൊക്കെ ഈ പറഞ്ഞ അറേബ്യൻ നാടുകളിലുള്ളവരൊക്കെ അവരുടെ പാരമ്പര്യത്തിലേക്ക് പരിശോധിച്ച് ചെന്ന് നോക്കുകയാണെങ്കിൽ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരകളിൽപ്പെട്ടവരാണ്. അവരൊക്കെ സന്താന പരമ്പരകളിൽപ്പെട്ടവരായിരുന്നു. വഖറജത്ത് ബനു ഹനീഫ ബനു അലി ഇബ്നു ബക്കർ ഇലൽ യമാമ ഫനസലു ബിഹുജ്റിൻ ഖസബത്തുൽ യമാമ, റിയാദിൽപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് ഹുജ്ർ എന്ന് പറയുന്നതും ഖസബത്തുൽ യമാമ എന്ന് പറയുന്നതും. ആ പറയുന്ന റിയാദിന്റെ പ്രദേശങ്ങളിൽ അവർ പോയി താമസിച്ചു. അഖാമത്ത് സായിർ ബക്കറിൻ, ബക്കറുള്ള മറ്റു ആളുകൾ ബക്കർ ബിൻ വായിൽ ഫി തൂലിൽ അർളി മിനൽ യമാമത്തി ഇലൽ ബഹ്റൈൻ ഇലാ സൈഫി കാളിമ ഇലൽ ബഹ്റൈൻ, ബഹ്റൈനിലേക്കും ഇറാനിന്റെ ആ പ്രദേശത്താണ് അവർ താമസിച്ചത്. അത്റാഫ് സവാദിൽ ഇറാഖി ഫൽ ഉബുല്ല ഫഹിയത്ത് എന്ന് പറയുന്ന പ്രദേശങ്ങൾ അവർ താമസിച്ചു. വഅഖാമത്ത് തഗ്ലബു ബിൽ ജസീറത്തിൽ ഫുറാത്തിയ, ഫുറാത്ത് നദിയുടെ പ്രദേശത്ത് തഗ്ലബ് എന്ന് പറയുന്ന കുടുംബങ്ങൾ താമസിച്ചു. വമിൻഹ ബുത്തൂനും കാനത്തു സാക്കിന് ബക്കറൻ, ബക്കർ എന്ന് പറയുന്നവരുടെ കൂടെ താമസിക്കുന്നവർ അങ്ങനെ പോയി. വസക്കനത്ത് ബനു തമീമിൻ ബിബാദിയത്തിൽ ബസറ, ഇറാഖിലുള്ള ബസറ പട്ടണത്തിലാണ് ബനു തമീം ഗോത്രക്കാർ കൂടുതലും താമസിച്ചത്. വഅഖാമത്ത് ബനു സലീമിൻ ബിൽ ഖുർബി മിൻ മദീന, മദീനയുടെ പരിസരത്ത് ബനു സലീം ഗോത്രക്കാർ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ബനു സലീം എന്ന് പറയുന്ന കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. യാ ബനി സലീം എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അഭിസംബോധന ചെയ്ത ഹദീസുകളൊക്കെ നമുക്കറിയുന്നതുമാണ്. മിൻ വാദിൽ ഖുറാ ഇല ഖൈബർ ഇല ഷർഖയിൽ മദീന, മദീനയുടെ കിഴക്ക് ഭാഗത്ത് ഖൈബറിനോട് ചേർന്ന ആ പ്രദേശത്താണ് താമസിച്ചത്. ഇലാമ യന്തഹി ഇലൽ ഹറ എന്ന് പറഞ്ഞ മദീനയുടെ പുറഭാഗത്തുള്ള ദജ്ജാൽ വരുന്ന സമയത്തൊക്കെ വരുന്ന ഒരു ഉപ്പ് പ്രദേശമായ സ്ഥലമുണ്ട്, ആ പ്രദേശത്ത് താമസിച്ചവർ. വസക്കനത്ത് ബനു അസദിൻ ഷർഖൈ തൈമാ വഗർബി അൽ കൂഫ, കൂഫയുടെ പടിഞ്ഞാറ് തൈമാഇന്റെ കിഴക്ക് ഭാഗത്ത് ബനു അസദ്, അവിടെ അവർ താമസിച്ചു. ബൈനഹും ബൈന തൈമാ ദിയാറു ബുഹ്തുരിൻ മിൻ തൈർ, ഹാത്തിമുത്തായി എന്ന് പറയുന്ന വലിയ ധർമ്മിഷ്ഠനായ ജാഹിലിയ കാലത്ത് ഇസ്ലാമിൻ്റെ മുമ്പ് വലിയ ധർമ്മിഷ്ഠനായി അറിയപ്പെട്ട വ്യക്തിയാണ് ഹാത്തിമുത്തായി. അവരുടെ ആ പ്രദേശം അവിടെ താമസിച്ചു തൈമ എന്ന് പറയുന്നവരൊക്കെ. ബൈനഹു ബൈനൽ കൂഫത്തി ഖംസ് ലിയാൽ, കൂഫയുടെ അങ്ങോട്ട് 5 രാത്രി യാത്ര ചെയ്യുന്ന വൈദൂരമാണ്. വസക്കനത്ത് ദുബിയാൻ ബിൽ ഖുർബി മിൻ തൈമ ഇലാ ഹൂറാൻ, ഹൂറാൻ എന്ന് പറയുന്നത് അത് ജോർദാന്റെ അടുത്താണ്. തൈമ എന്ന് പറയുന്ന പ്രദേശം അത് സൗദി അറേബ്യയിലാണ്. ഭൂപ്രകൃതി അനുസരിച്ച് ഏറ്റവും പ്രസിദ്ധമായി അറിയപ്പെട്ട പ്രദേശങ്ങൾ, ചരിത്രപരമായിട്ടൊക്കെ അറിയപ്പെട്ട പ്രദേശമാണ് തൈമ എന്ന് പറയുന്നത്, സൗദിയിലാണ്. ഈ പറയുന്ന ഹൗറാൻ എന്ന് പറയുന്നത് സിറിയയിലും ജോർദാനിനോടും ചേർന്ന് കൊണ്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. വബഖിയ ബി തിഹാമത ബുതൂനു കിനാന, കിനാന ഗോത്രത്തിൽപ്പെട്ട ആളുകൾ തിഹാമയിൽ അവർ താമസിച്ചു. വഅഖാമ ബി മക്കത വളവാഹിയ ബുതൂനു ഖുറൈശ്, ഖുറൈശികൾ മക്കയിലും പരിസരത്തും അവർ കഴിച്ചുകൂട്ടി. വകാനു മുതഫർരിഖീന ലാ തജ്മഅഹും ജാമിഅത്തുൻ, ഈ പറയുന്ന ഖുറൈശികൾ അവർ ആകെ ഛിന്ന ഭിന്നമായ ആളുകളായിരുന്നു. അവർക്ക് നേതൃത്വമോ അവർക്ക് ശക്തിയോ ഒരു പ്രതാപോ അധികാരമോ ഒന്നുമില്ലാതെ കഴിച്ചുകൂട്ടുവരായിരുന്നു. അങ്ങനെ ഹത്ത നബഗ ഫീഹിം ഖുസൈ ഇബ്നു കിലാബ്, പ്രവാചകന്റെ പിതാമഹന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഖുസൈ, കിലാബിന്റെ മകനായ ഖുസൈ എന്ന് പറയുന്ന ആള്. അദ്ദേഹം അങ്ങനെ വളർന്നു വന്നപ്പോൾ ഫജമഅഹും, ഈ ഖുറൈശികളെല്ലാവരും ഒരു നേതൃത്വത്തിന്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്കൊരു പേരും ഒരു അംഗീകാരവും ഒരു ആധിപത്യവും സ്വാധീനവും ഉണ്ടാക്കി കൊടുത്തു. സ്വാഭാവികമായിട്ടും അവരതിന് അർഹരാണ്. താനും അള്ളാഹുവിന്റെ പവിത്രമായ കാബ ഷരീഫിന്റെ അടുത്ത് താമസിക്കുന്നവരാണ്. അവിടെ വരുന്ന ഹാജിമാർക്ക്, അള്ളാഹുവിന്റെ വിരുന്നുകാർക്ക്, അതിഥികൾക്ക് സഹായം ചെയ്യുന്ന ആളുകളാണ് ഖുറൈശികൾ. ആ നിലക്ക് അവർക്ക് അതിന് അർഹത ഉണ്ടായിരുന്നു. താനും ആ ബഹുമാനം ആദരവും അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള അറബികളുടെ ഇടയിൽ അവർക്കത് നൽകുകയും ചെയ്തിരുന്നു. വകവ്വന ലഹും വഹദത്തൻ, അവർക്കൊരു ഏകീകരണമുണ്ടാക്കി. ഷറഫത്തുഹും വറഫഅത് മിൻ അഖ്ദാരിഹിം, ആ പറയുന്ന അവരുടെ ഒത്തൊരുമയും ഏകീകരണവും ആ നേതൃത്വവും അവർക്ക് മറ്റുള്ള അറബികളുടെ മുന്നിൽ ഒരു കഴിവും ഒരു പ്രാപ്തിയും ആദരവും അത് അവർക്കുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. തുടർന്നുകൊണ്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി ഒരു 5-6 പേജുകളിൽ പറയുന്നത്
അറബി നാടുകളിൽ അന്നുണ്ടായിരുന്ന ഭരണ സംവിധാനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. കുത്തഴിഞ്ഞ ഭരണ സംവിധാനമായിരുന്നു. ഓരോ നാടുകളിൽ നാട്ടുരാജാക്കന്മാരുടെ ആധിപത്യം കാര്യങ്ങളായിരുന്നു. അത് കുറച്ച് വിശദമായതാണ്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ തൽക്കാലം ഒന്ന് മാറ്റിവെക്കുകയാണ്. പിന്നീട് ഒരു പക്ഷേ അവസാനത്തിലൊക്കെ പറയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പരിഗണിക്കുക എന്നുള്ളതാണ്. അറേബ്യൻ നാടിൽ അന്നുണ്ടായിരുന്ന ദീനിയായ സാഹചര്യങ്ങൾ എന്തായിരുന്നു, ദീനിന്റെ ആദർശപരമായിട്ട് എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതും അറിയേണ്ടതുമാണ്. അത് ഷെയ്ഖ് പറയുന്ന ഭാഗം ചെറിയ നിലക്ക് കുറച്ച് ഞാൻ വായിക്കുന്നുണ്ട്. കാന മുഅ്ളമുൽ അറബി യദീനൂന ബിദീനി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഈ പറയുന്ന പല രാജ്യങ്ങളിലും പടർന്ന് പന്തലിച്ച് വികസിച്ച ഈ അറേബ്യൻ കുടുംബങ്ങൾ മുഴുവനും ബഹുഭൂരിഭാഗവും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗഹീദ് ദീന്, അദ്ദേഹം കൊണ്ടുവന്ന ആ ശറഅ് അതനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു. നല്ല തൗഹീദുള്ളവരായിരുന്നു. ഇബ്രാഹിം നബി കൊണ്ടുവന്ന ആ ദീനനുസരിച്ച് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ബഹുഭൂരിഭാഗവും. ചുരുക്കം ചില ആളുകൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരോ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള വൃത്തികേടിലോ പോകുന്നവരാണ് എന്നതൊഴിച്ചാൽ പൊതുവിൽ ഇവരെല്ലാവരും ഈ പറയുന്ന ഉത്തമമായ ദീനുൽ ഇസ്ലാം തൗഹീദുല്ലാഹി അതനുസരിച്ച് പോകുന്നവരായിരുന്നു. മുൻദു അൻ നശഅത് ദുരിയത്തുഹു ഫി മക്ക വൻതശറത് ഫി ജസീറത്തുൽ അറബ്. മക്കയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഈ പറയുന്ന ഷാം അതിൽപ്പെട്ടു, ജോർദാൻ അതിൽപ്പെട്ടു, ഇറാഖ് അതിൽപ്പെട്ടു, ബഹ്റൈൻ അതിൽപ്പെട്ടു, യമൻ അതിൽപ്പെട്ടു. ഈ പറയുന്ന പ്രദേശം, വിശാലമായ പ്രദേശത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ആ ദീന്, ആ ദഅവത്ത് അത് വികസിച്ചു, അത് പ്രചരിച്ച് അതനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്ന സന്താനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകി എന്നുള്ളതാണ്. ഫക്കാനു യഅബുദൂന അല്ലാഹ വയുവഹിദൂനഹു. അവർ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായിരുന്നു, തൗഹീദുള്ളവരായിരുന്നു. വയൽതസിമൂന ബിശറാഇരി ദീനിഹിൽ ഹനീഫ്. അദ്ദേഹത്തിന്റെ ആ ശരിയായ ചൊവ്വായ നേരായ ആ ദീനനുസരിച്ച് അത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായിരുന്നു. ഹത്താ ത്വാല അലൈഹിമുൽ അമദ്. അങ്ങനെ കാലങ്ങൾ ദീർഘിച്ചു പോയി. വനസു ഹല്ലം മിമ്മാ ദുക്കിറു ബിഹി. അള്ളാഹുവിന്റെ ദീന് അങ്ങനെ അവർ വിസ്മരിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും പ്രവാചകന്മാർ വന്നു, അവർ കൊണ്ടുവന്ന ഗ്രന്ഥങ്ങളോ ആദർശങ്ങളോ അതൊക്കെ അങ്ങനെ മറന്നുപോയി. പിന്നീട് പറയത്തക്ക ദഅവത്തും കാര്യങ്ങളില്ലെങ്കിൽ ആളുകൾ സ്വാഭാവികമായിട്ടും അത് മറക്കും, വിസ്മരിക്കും. തൗഹീദു വഇദ്ദത്തു ശആഇറ മിൻ ഹാദദ്ദീൻ. തൗഹീദ് അവരിൽ നിലനിന്നു. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തിൽപ്പെട്ട പല കാര്യങ്ങളും അവർ വിസ്മരിച്ചു എന്നുണ്ടെങ്കിലും തൗഹീദ് അവരിൽ നിലനിന്നു. അതേപോലെ തന്നെ അതിൻ്റെ മഹത്തായ ചിഹ്നങ്ങളും കാര്യങ്ങളും അതിൽ അവർ ബാക്കിയായി. അതിൻ്റെ ഇടയിൽ ഹത്താ ജാ അംറു ഇബ്നു ലുഹയ്യ് റഈസ് ഖുസാഅ എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ തലവനായിരുന്ന അംറു ഇബ്നു ലുഹയ്യ് എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കാലഘട്ടം വരികയാണ്. ആ മനുഷ്യൻ്റെ നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. وكان قد نشأ على أمر عظيم من المعروف والصدقة والحرص على أمور الدين. അംർ ഇബ്നു ലുഹയ്യ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ നല്ല ദാനധർമ്മിഷ്ഠനായിരുന്നു, സമൂഹത്തിന് വേണ്ടപ്പെട്ട ആളായിരുന്നു, പലജാതി ഇബാദത്തുകളും നിർവഹിക്കുന്ന ആളായിരുന്നു. ആ കാരണത്താൽ തന്നെ ആളുകൾ ആ മനുഷ്യനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും നേതൃത്വത്തിലേക്ക് ആ മനുഷ്യനെ അവർ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ മറ്റുള്ള കുടുംബങ്ങളിലും ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ അവരുടെ കാര്യങ്ങളിൽ ഒരു പരിഹാരം എന്നുള്ള നിലക്കൊക്കെ അതിനു വേണ്ടിയിട്ട് സമീപിക്കുന്ന ആളുകളുടെ പേരും അംഗീകാരവും പ്രശസ്തിയും പരിഗണനയൊക്കെയുള്ള ഒരു വ്യക്തിയായപ്പോൾ അങ്ങനെയായ അഹബ്ബഹുന്നാസു വദാനൂല. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരും മറ്റുള്ള ആളുകളും ആ മനുഷ്യനെ ദീനിൻ്റെ പേരിൽ, നന്മയുടെ പേരിൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആ മനുഷ്യന് ആളുകൾ വഴിപ്പെടാനും വഴങ്ങാനും തുടങ്ങി. അവർക്ക് ദീനും ദുനിയാവിൽ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ ആ മനുഷ്യൻ്റെ വാക്കിനെ അവർ വില കൽപ്പിച്ചുകൊണ്ട് ആ മനുഷ്യനെ അവർ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നു. ലന്നം മിൻഹും അന്നഹു മിൻ അകാബിരിൽ ഉലമാഇ വ അഫാദിലിൽ ഔലിയ. ജനങ്ങൾ വിചാരിച്ചത് മഹാനായൊരു പണ്ഡിതനാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യയോഗ്യതയുള്ളൊരു വലിയാണ് എന്ന്. ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ സ്വാഭാവികമായിട്ടും ആളുകൾ ഈ പറഞ്ഞ ദഅവത്തൊക്കെ ഉണ്ട്, ഖുർആനുണ്ട്, സുന്നത്തുണ്ട്, ആളുകളെ നിരന്തരം പറയുന്നുണ്ടെങ്കിൽ പോലും ഒരാൾ ശരിക്ക് 4 ദിവസം പള്ളിയിൽ സ്ഥിരമായിട്ട് വന്ന് സഫവലൊക്കെ നിന്ന് കുറച്ച് ഖുർആനൊക്കെ ഓതി ദീനിൻ്റെ വേഷങ്ങളൊക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അടക്കും ഒതുക്കും അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ കണ്ടാൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും നല്ല തഖ്വയുള്ള ആൾ, നല്ല ഈമാനുള്ള ആൾ, ഇൽമ എത്രത്തോളം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പഠനം എത്രത്തോളം ഉണ്ട്, അദ്ദേഹം ചെയ്യുന്ന ഈ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം തെളിവും കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. അഖീദല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്ത് ചെയ്തിട്ടും കാര്യം. വിശ്വാസം അഖീദൻ്റെ കാര്യം അതിപ്രധാനമായതാണ്. ആ കാര്യം ഇന്നുപോലും അതിന് അർഹിക്കുന്ന നിലക്കുള്ള പ്രാധാന്യം പലപ്പോഴും പല ആളുകളിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. അഖീദൻ്റെ കാര്യത്തിൽ അത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ പഠിക്കുമാണ്, അത് മനസ്സിലാക്കുമാണ്. ഇബാദത്തിൽ ഇനി ഫർളായ കാര്യങ്ങൾ മാത്രമുള്ള സുന്നത്ത് ഒരുപാട് ചെയ്യുന്നില്ലെങ്കിൽ പോലും അഖീദ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അവൻ സുരക്ഷിതനാണ്, അവൻ്റെ കൂടെയുള്ള ആളുകൾക്കും ആ സുരക്ഷിതത്വം ലഭിക്കും.
അഖീദല്ലാതെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, അത് പഠിക്കാതെ, അത് കേൾക്കാതെ, അതിന് പ്രാധാന്യം കൊടുക്കാതെ വേറുള്ള വിഷയത്തിൽ എത്ര ഉന്നത സ്ഥാനത്ത് എത്തിയെന്നുണ്ടെങ്കിലും പിശാചിന് ആ വ്യക്തിയെ വളരെ കുറഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ട് ആ മനുഷ്യനെ തകർക്കാൻ കഴിയും. അവർ പരാജയപ്പെടാൻ സാധ്യത ധാരാളമാണ്. ഈ മനുഷ്യന്റെ ചരിത്രം വളരെ ഗൗരവമുള്ള വിഷയമാണ്. അംർ ഇബ്നുൽ ലുഹൈ ആളുകൾ ആ മനുഷ്യനെ വിശ്വസിച്ചു, വലിയ പണ്ഡിതനായിരിക്കും, വലിയാണ് എന്ന് മനസ്സിലാക്കി തോന്നി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആ മനുഷ്യന് വളരെ പ്രയാസകരമായ രോഗം പിടിപെട്ടു. അങ്ങനെ മക്കയിലും പരിസരത്ത് ഈ പ്രദേശങ്ങളൊന്നും ഒരുപാട് ചികിത്സകൾ നടത്തി. അങ്ങനെ നടത്തിയ സമയത്ത് അതിന് വേണ്ടുന്ന ഒരു പരിഹാരം ആ പറയുന്ന അസുഖത്തിൽ ലഭിക്കാതെ ആളുകൾ ആരോ പറഞ്ഞു, ഷാമിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഷാബി എന്ന് പറഞ്ഞാൽ നാടൻ ചികിത്സ, നിങ്ങളുടെ അനുഭവപ്പെട്ട പ്രയാസത്തിനുള്ള പരിഹാരം അവിടുന്ന് ലഭിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോയി എന്നുള്ളതാണ്. അങ്ങനെയാണ് ചരിത്രത്തിന്റെ പുസ്തകങ്ങളൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഷാമിലേക്ക് പോയി. ثم إنه سافر إلى الشام فرآهم يعبدون الأوثان വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്നത് കണ്ടു. അവിടെയുള്ള ആളുകൾ, ഷാമിലുള്ള ആളുകൾ വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്നത് ആ മനുഷ്യൻ അവിടെ വെച്ച് കണ്ടു. ഈ പറയുന്ന വിഗ്രഹങ്ങൾക്ക് ആരാധിക്കും, നമ്മളൊക്കെ സുരക്ഷിതരാണ്, നമ്മളൊക്കെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ പോകുന്ന ബനു ഇസ്രായേൽ പറഞ്ഞു, ഇജ്അൽ ഇലാഹൻ കമാ ലഹും ആലിഹ, ഞങ്ങൾക്കൊരു ഇലാഹ് മൂസാ നബിനോട് ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ ഉലുൽ അസ്മിൽപ്പെട്ട റസൂലിന്റെ കൂടെ പോകുന്ന ആളുകൾ, ഞങ്ങൾക്കൊരു ഇലാഹ് അവർക്കൊക്കെ ഉള്ളത് പോലെ. മനുഷ്യന്മാരെ മനസ്സ് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഹുനൈൻ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാത്തുൻ, അവർക്ക് അവരുടെ ആയുധങ്ങൾ അതിന് ബറക്കത്തും കാര്യങ്ങളും ലഭിക്കാൻ വേണ്ടി കിട്ടുമെന്ന് അവർ അന്ധവിശ്വാസത്തോടു കൂടെ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾക്കൊരു മരം നിശ്ചയിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ യുദ്ധത്തിന് പോകുന്ന ആളുകൾ. നമ്മുടെ മുന്നിൽ ഇന്ന് അങ്ങനത്തെ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, തൗഹീദിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇമാമുകൾ അതില്ലാതെ വളരെ പെട്ടെന്ന് മനുഷ്യന്മാർക്ക് പല കാര്യങ്ങളിലും ആളുകൾ മറ്റുള്ളവർ അനുകരിക്കുന്നത് പോലത്തെ വിഷയങ്ങളിൽ വളരെ ചുരുങ്ങിയ തൗഹീദിലും സുന്നത്തിലും ദർസിലും ക്ലാസ്സിലൊക്കെ പോകാമെന്ന് ഓരോ കാര്യങ്ങൾ വേറെ അനുകരിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണലുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണണം, പഠിച്ച് മനസ്സിലാക്കാൻ തയ്യാറാകും ചെയ്യും. അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യും. വജ്നുബ്നിയ ബനിയ അബ്ദുൽ അസ്നാം എന്ന ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ദുആ ചെയ്തു, എന്നെയും എൻ്റെ സന്താനങ്ങളെ വിഗ്രഹാരാധന അള്ളാഹുവിനെ ദൂരെയാക്കണം, രക്ഷപ്പെടുത്തി തരണം. തൗഹീദിന്റെ പിതാവാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ അനുയായികളാണ് നമ്മളെല്ലാവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പിതാവ് തൗഹീദിന്റെ പിതാവ് ഇബ്രാഹിം നബിയാണ്, അദ്ദേഹത്തിന്റെ മില്ലത്തിനോട് പിൻപറ്റാൻ അള്ളാഹു റസൂലിനോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പറയുന്നത് ഈ വിഗ്രഹാരാധന രക്ഷപ്പെടുത്തി തന്നെ അള്ളാഹുവേ, സുരക്ഷ വേണം എനിക്കും എൻ്റെ സന്താനങ്ങൾക്കും എന്നത് കണ്ടോ. അംർ ഇബ്നുൽ ലുഹൈന്റെ ചരിത്രം നോക്കി നിങ്ങൾ, അവർ വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്നത് കണ്ടു. ഫസ്തഹ്സന ദാലിക വദന്നഹു ഹഖ്ഖാ, ഇവിടെ ഇബാദത്തും കഅബ ഷരീഫിന്റെ അടുത്ത് തൗഹീദിന്റെ നാട്ടിൽ തൗഹീദിന്റെ അള്ളാഹുവിന്റെ ഭവനത്തിലിരുന്ന് പോയിട്ട് അവിടെ ചെന്ന് കണ്ടപ്പോൾ അത് നല്ലതാണെന്ന് തോന്നുകയും ആ പറയുന്നത് കാര്യം സത്യമാണ്, ഹക്കാണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കി. ലിഅന്ന ശാമ മഹല്ലു റുസുലി വൽ കുതൂബ്, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തും ചെയ്തു. എന്തുകൊണ്ടത് ഹക്കാണ്? കാരണം ഷാമു എന്ന് പറഞ്ഞ ധാരാളം പ്രവാചകന്മാരുള്ളേ, ബനു ഇസ്രായേലിന്റെ പ്രവാചകന്മാർ ധാരാളം വന്ന സ്ഥലമാണ്, തൗഹീദിന്റെ സ്ഥലമാണ്. അപ്പൊ അവർ നല്ലതേ ചെയ്യുള്ളൂ. അത് ബുദ്ധിയാണ്. ഇവിടെ ചില കാര്യങ്ങൾ ആളുകളോട് പറയാന്നുണ്ടെങ്കിൽ അങ്ങനെയും തെളിവുകൾ പിടിക്കാനുണ്ട്. സൗദിയിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും ചിലപ്പോൾ പറയും, സൗദിയിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും അവിടെ ഉള്ളവർക്ക് അങ്ങനെയൊന്നും അല്ല ഇതിന്റെ കാര്യങ്ങൾ. ദീനത് കൃത്യമായിട്ട് തെളിവ് പഠിക്കന്നമാണ്, നമ്മളത് മനസ്സിലാക്കുമാണ്, അല്ലെങ്കിൽ അപകടപ്പെടും. അല്ലെങ്കിൽ അയാൾ അങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അയാൾ വേറെ ഒരു വീട്ടിലായിരിക്കും ചെയ്യുന്നത്. അദ്ദേഹം അത് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഷാമി എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ സ്ഥലമാണ്, അള്ളാഹുവിന് ഗ്രന്ഥങ്ങൾ ഇറങ്ങിയ പ്രദേശമാണ്. അങ്ങനെ ഈ വിഗ്രഹ ആരാധന നല്ലതാണെന്ന് മനസ്സിലാക്കിയപ്പോ തൗഹീദിന്റെ അള്ളാഹുവിന്റെ കഅബ ശരീഫിന്റെ അടുത്തേക്ക് ഫഖദ്ദമ മഅഹു ഹുബുൽ എന്ന് പറയുന്ന വിഗ്രഹത്തിനെയും കൊണ്ടുവന്നു. നല്ല കാണാൻ അഴകുള്ള ഭംഗിയിൽ ചുവന്ന മരതകത്താലുള്ള രത്നം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട, മനുഷ്യരൂപത്തിൽ ഉണ്ടാക്കപ്പെട്ട വിഗ്രഹത്തിനെയും കൊണ്ട് തൗഹീദിന്റെ നാട്ടിലേക്ക് ആ മനുഷ്യൻ വന്ന് നേതാവ് വജഅലഹു ഫി ജൗഫിൽ കഅബ കൊണ്ടുവന്നിട്ട് കഅബ ഷരീഫിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചു. അയാൾ പറഞ്ഞാൽ പിന്നെ ആർക്കും രണ്ടാമത് അഭിപ്രായമില്ല. അങ്ങനത്തെ അംഗീകാരമുള്ള ജനങ്ങളിൽ ശരഈയായ ഇൽമും കാര്യങ്ങളൊക്കെ മറന്നുപോയി വിഡ്ഢികളായി മാറി ചെയ്തിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാൻ മാത്രമുള്ള അറിവും കാര്യമില്ലാത്ത കഅബ ഷരീഫിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചു. വദഅ അഹ്ല മക്കത ഇല ശിർകി ബില്ലാഹി ഫഅജാബു, മക്കക്കാരായ ആളുകൾ ഇത് നല്ലതാണ്, ഷാമിൽ ഇങ്ങനെ കണ്ടതാണ്, അവരൊക്കെ നല്ല ആരാധനയിലാണ്, അവർ വേറുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളെല്ലാവരും ആ മനുഷ്യനെ അനുസരിക്കാൻ തയ്യാർ. ثم لم يلبث أهل الحجاز أن تبعوا أهل مكة, മക്കക്കാർ കഅബ ഷരീഫിന്റെ ആളുകളാണ്, ഖുറൈശികളാണ്, ഇബ്രാഹിം നബിന്റെ പേരമക്കൾ, അടുത്ത ബന്ധമുള്ള ആൾ. ഇവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ദീന് നമുക്കും വേറുള്ള ആളുകളെ ഹിജാസിലുള്ള അറേബ്യൻ ഉപദ്വീപിൽ മറ്റുള്ള പ്രദേശങ്ങളിലെ ആളുകൾ മുഴുവനും മക്കക്കാരോട് പിൻപറ്റി. ലിഅന്നഹും വലാത്തുൽ ബൈത്തി വഅഹ്ലുൽ ഹറം, ഹറമിന്റെ ആളുകൾ അവരാണ്, കഅബ ഷരീഫിന്റെ അതിന്റെ വേണ്ടപ്പെട്ടവർ അവരാണ്. അവർ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ ശരി എന്നുള്ള തെളിവ് അവിടെ നിന്നും പിടിച്ചു.
ഇന്നും ആളുകൾ ഇതുപോലത്തെ തെളിവുകൾ പിടിക്കുന്നുണ്ട് കാര്യങ്ങളിൽ. വളരെ ഗൗരവത്തോടു കൂടെ നമ്മളിത് കാണണം. ഒരുപാട് കാലം നിസ്കരിച്ചു, ഒരുപാട് ദാനധർമ്മം ചെയ്തു, ഒരുപാട് ദിക്ർ ചൊല്ലി, ഒരുപാട് തൗഹീദ് ക്ലിയർ അല്ല, വിശ്വാസം ശരിയല്ല എന്നുണ്ടെങ്കിൽ 10 പൈസക്ക് ഉണ്ടാവില്ല ഈ മനുഷ്യൻ. അള്ളാഹു സ്വീകരിക്കുകയില്ല. അഖീദക്ക് പ്രാധാന്യം കൊടുക്കണം. അത് പഠിക്കണം. ചെറുപ്പം മുതൽ പഠിക്കുക, വലുതായാലും പഠിക്കുക. സ്ത്രീകളും പുരുഷന്മാരും അത് പഠിക്കുക. അപ്പോഴാണ് നമ്മൾ ശരിക്കും അള്ളാഹുമായുള്ള ബന്ധം സുദൃഢമായിരിക്കുക. ശക്തമായ അള്ളാഹുമായുള്ള ബന്ധം അത് ആ അഖീദയിൽ കൂടെയാണ്, ആ വിശ്വാസത്തിൽ കൂടെയാണ്. അഖീദ നഷ്ടപ്പെട്ട് കാണ്ട് കുറേ പ്രവർത്തനങ്ങൾ വേറുള്ളത് എന്നുള്ളതല്ല. ആ അഖീദയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് പടുത്തുയർത്തപ്പെട്ട വലിയ ഭവനങ്ങളും കൊട്ടാരങ്ങളുമായിട്ടുണ്ടാകുക. അതാണ് അള്ളാഹുമായിട്ടുള്ള അൽ ഹബലുല്ലാഹിൽ മതീൻ, ശക്തമായ കടുകട്ടിയുള്ള പിടുത്തം എന്ന് പറയുന്ന, കയറി എന്ന് പറയുന്നത് ഈ അഖീദയാണ്. അങ്ങനെ മക്കയിലുള്ള ആളുകൾ മുഴുവനും മക്കക്കാരായ ആളുകളോട് മറ്റുള്ള അറബികളെല്ലാവരും അവരോട് പിന്തുടർന്നു. അങ്ങനെ തൗഹീദ് മാത്രം, ഇബ്രാഹിം നബിയുടെ തൗഹീദിലായിരുന്ന ജനങ്ങൾ പിന്നീട് ഷിർക്കിന്റെ ആളുകളായി. വക്കാന ഹുബുലു മിനൽ അഖീഖിൽ അഹ്മരി അല സൂറത്തി ഇൻസാൻ, ഒരു മനുഷ്യരൂപത്തിലുണ്ടായിരുന്ന ചുവന്ന മരതകം എന്ന് പറയുന്ന എന്താ പറയാ, ഈ ചുവന്ന രത്നങ്ങൾ അതുകൊണ്ടുണ്ടാക്കപ്പെട്ടതായിരുന്നു. അത്യാവശ്യം വില മതിക്കാതെ കാണാൻ അഴകുള്ള രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ടതായിരുന്നു. മക്സൂർ അൽ യദിൽ യംന, വലത്തെ കൈ എങ്ങനെ യാത്രയിലോ മറ്റോ പൊട്ടിയിരുന്നു ആ വിഗ്രഹത്തിന്റെ. അതുറക്കത്തഹു ഖുറൈഷുൻ കദാലി, ഖുറൈശികൾക്ക് അത് കിട്ടിയ സമയത്ത് അങ്ങനെ ഫജഅലു ലഹു യദം മിൻ ദഹബിൻ, അപ്പോൾ സ്വർണ്ണത്തിനാലുള്ള കയ്യൊക്കെ അതിനുണ്ടാക്കി കൊടുത്തു. പിന്നെ ആഭരണങ്ങളും പിന്നെ നേർച്ചകളും വഴിപാടുകളും കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് പിന്നെ അനുയായികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കൈകാര്യം ചെയ്യും. ആളുകൾ, വിശ്വാസികളായ ആളുകൾ കൊണ്ടുപോയി കൊടുക്കും. ഒരു ഭാഗത്തിൽ കൂടെ നിൽക്കുന്ന ആളുകൾ പിന്നീട് അത് കൊണ്ടുപോയിട്ട് അവരാവശ്യങ്ങൾ നടത്തും ചെയ്യും. അങ്ങനെ യദമ്മി ദഹബിൻ വകാന അവ്വലു സ്വനമിൻ ലിൽ മുശ്രിക്കീൻ വഅഅലമഹു വഅഖ്ദസഹു ഇൻദഹും, മുശ്രിക്കീങ്ങളുടെ ഏറ്റവും വലിയ വിഗ്രഹം, ഏറ്റവും പവിത്രമായത്, ഏറ്റവും ബഹുമാന ആദരവുള്ളത് ഈ ഹുബുലി എന്നായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും ചുരുങ്ങിയ നിലയ്ക്ക് ഒരു പ്രയാസപ്പെടുത്തിയപ്പോൾ അബൂ സുഫിയാനും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന മുശ്രിക്കുകൾ ഹുബുലു എന്ന് അവരവിടെ പ്രകടനം വിളിച്ചിരുന്നു. ഹുബുലിന്റെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ഈ മുഹമ്മദിനും അവന്റെ ഒപ്പുള്ളവരും പരാജയപ്പെടുത്തിയത്. കുറെ ആളുകളെ കൊന്നല്ല അവർക്ക് പ്രയാസം ഉണ്ടാക്കിയത്. ഹുബുലെ നീ മികച്ചു നിൽക്കേ, നീ ഉയർന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ വെച്ച് പ്രകടനം വിളിച്ചിരുന്നു. അബൂ സുഫിയാനും കൂടെ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങളും. അതായിരുന്നു അവരുടെ ഏറ്റവും ബഹുമാന ആദരവുള്ളത്. വമിൻ അഖ്ദമി അസ്നാമിഹിം മനാത്ത്, അതേപോലെ തന്നെ ഈ മുശ്രിക്കീങ്ങൾക്ക് മക്കയിലുണ്ടായിരുന്ന ആളുകൾ ശിർക്കിലേക്ക് വന്ന് പൗരാണികമായ അവരുടെ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊന്നാണ് മനാത്ത്. കാനത്തിൽ ഹുദൈലിൻ വ ഖുസാ, ഹുദൈലു ഖുസാ എന്നാണ് ഗോത്രക്കാരാണ് അതിനെ സ്വീകരിച്ചുണ്ടാക്കി. വക്കാനത്ത് ബിൽ മുസല്ലൽ അലാ സാഹിലിൽ ബഹരിൽ അഹ്മരി അത് വ ഖുദൈദ് മക്ക മദീനയുടെ ഇടയിലുള്ള ഒരു പ്രദേശമാണ്. ചെങ്കടലിന്റെ ആ കര പ്രദേശത്ത് താമസിക്കുന്ന മുസല്ലൽ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു അതുണ്ടായിരുന്നത്. വൽ മുസല്ലലു സനിയത്തു ജബലിൻ യഹ്ബിത്തു മിൻഹാ ഇലാ ഖുദൈദ്, ഖുദൈദ് എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിലുള്ള പ്രദേശമാണ്, രാജ്യമാണ്. അങ്ങോട്ടേക്ക് മലയിറങ്ങി പോകുന്ന ആ സ്ഥലത്തിനാണ് മുസല്ലൽ എന്ന് പറയുക. അവിടെ മനാത്ത് എന്നാണ് വിഗ്രഹവും, ആ വിഗ്രഹത്തിന് വലിയ ഒരു എന്താ പറയുക ആരാധനാലയവും അവരുണ്ടാക്കിയിരുന്നു. സുമ്മ ഇത്തഖദു അല്ലാത്ത്, ത്വായിഫിൽ പിന്നെ ലാത്ത് എന്ന് പറയുന്ന വലിയൊരു വിഗ്രഹം അവരുണ്ടാക്കി. അവിടെയുള്ള ആളുകൾ ഒരു കൂട്ടരുണ്ടാക്കുമ്പോൾ പിന്നെ വേറുള്ള അങ്ങനെ ചെയ്ത് അനുകരിച്ചു പോകും. വക്കാനത്തിൽ സഖീഫ് എന്ന് പറയുന്ന ഗോത്രക്കാർ തായിഫിലുണ്ടായിരുന്ന അവർക്കുള്ളതായിരുന്നു ലാത്ത. വക്കാനത്ത് ഫി മൗലിയ മനാർത്തി മസ്ജിദ് ത്വായിഫ് അൽ യുസ്ര, ഇന്ന് തായിഫിലുള്ള ആ വലിയ പള്ളിന്റെ നിൽക്കുന്ന അതിന്റെ മിനാർ നിൽക്കുന്ന ഏകദേശം അവിടെയായിരുന്നു അവരുടെ ആരാധനാലയം ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങോട്ടൊക്കെ ആളുകളെ പറഞ്ഞയച്ച് തകർക്കപ്പെട്ടതാണ് അതൊക്കെ. ആ നാട്ടുകാരായ ആളുകൾ തൗഹീദിലേക്ക് വന്നപ്പോൾ അവർക്ക് പിന്നെ ഈ പറയുന്ന ആരാധനാലയങ്ങൾ ആവശ്യമില്ലാതെ വന്നപ്പോൾ ഇസ്ലാമിക രാജ്യത്തിലേക്ക് വന്നപ്പോൾ സുമ്മത്തഖദു അൽ ഉസ്സ എന്ന് പറഞ്ഞ വിഗ്രഹത്തിനുണ്ടാക്കി. ബി വാദി നഖ്ല അഷാമിയ ഫൗഖ വാദി ഇർക്ക്, ഇറാഖ് ഭാഗത്തു നിന്നൊക്കെ, ഷാമിന്റെ ഇറാഖിന്റെ ഭാഗത്തു നിന്നൊക്കെ ഹജ്ജിന് വരുന്ന ആളുകൾക്കുള്ള അവരുടെ പിന്നെ ഇഹ്റാം എടുക്കുന്ന മീഖാത്തിന്റെ ആ പ്രദേശത്ത് അവിടെയുള്ള നഖ്ലത്തു ഷാമിയ, ഷാമിന്റെ ഭാഗത്തുള്ള ഈത്തപ്പന തോട്ടങ്ങൾ പ്രദേശങ്ങൾ, അവിടെയായിരുന്നു ഉസ്സ എന്ന് പറയുന്ന വിഗ്രഹവും അതിന്റെ ആരാധനാലയം ഉണ്ടായിരുന്നത്. വക്കാനത്തിലെ ഖുറൈഷിൻ വ ബനി കിനാനത്ത മഅ കസീരി മിൻ ഖബാഇൽ ഉഖറ, ഖുറൈശികൾ അതിനെ ആദരിച്ചിരുന്നു. അതേപോലെ തന്നെ ബനു കിനാന മറ്റുള്ള ഗോത്രങ്ങളും. വക്കാനത്ത് ഹാദിഹിൽ അസ്നാമു സലാസത്തു അക്ബർ ഔസാനിൽ അറബ്, അറബികൾ മൊത്തം ബഹുമാനിച്ച് ആദരിക്കുന്ന വലിയ വിഗ്രഹങ്ങളായിരുന്നു ഈ പറയപ്പെട്ടതൊക്കെ. ഹുദൈൽ അതിൽ, ഈ പറയുന്ന ഹുബൽ അതിൽപ്പെടും, ലാത്തുപെടും, മനാത്തുപെടും, ഉസ്സ പോലത്തതൊക്കെ. സുമ്മ കസുറ ഫീഹി മുശ്രിർക്ക്, അങ്ങനെ പിന്നെ ഷിർക്ക് അവരിലങ്ങോട്ട് തീ പോലെ അതങ്ങോട്ട് പടർന്ന് വികസിച്ച് വിശാലമായി എല്ലാ സ്ഥലങ്ങളിലുമായി. വക്കസുറത്ത് അൽ ഔസാൻ ഫീ കുല്ലി ബുക്ക, എല്ലാ നാട്ടിലും എല്ലാ വീട്ടിലും
ഓരോ വ്യക്തിയുടെ കയ്യിലും വാഹനത്തിലും കൂടെ കൊണ്ടു നടക്കലൊക്കെ ആയിട്ട് വിഗ്രഹങ്ങൾ അതങ്ങോട്ട് പരന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന അമ്രുബനു ലുഹൈ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ ഷിർക്ക് തുടങ്ങി വെച്ച അവന്റെ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലം പറഞ്ഞ് നരകത്തിൽ ആ മനുഷ്യനെ ഞാൻ കണ്ടു എന്നുള്ളത്. അമ്രുബനു ലുഹൈനെ നബി സല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അവനെ ഞാൻ നരകത്തിൽ കണ്ടു. അവന്റെ ആമാശയം മുഴുവനും മലദ്വാരത്തിൽ കൂടെ പുറത്തു ചാടിയിട്ട് അതും ചുറ്റിക്കൊണ്ട് നരകത്തിൽ നടക്കുന്ന ദയനീയമായ അവസ്ഥ ഞാൻ കണ്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗഹീദിന്റെ ദീനിനെ മാറ്റം വരുത്തിയ ഇത്ര വൃത്തികേട് ചെയ്തത് ഈ മനുഷ്യനാണ്. ആരാധനന്റെ പേരിൽ ഇസ്ലാമികമായ ചിഹ്നങ്ങൾ പ്രത്യക്ഷത്തിലുണ്ട് എന്നതിൻ്റെ പേരിൽ സ്വയം നമ്മൾ വഞ്ചിതരാവരുത്. സ്വയം ഒരിക്കലും നമ്മൾ വഞ്ചിതരാവരുത്. നമ്മൾ ആരിൽ നിന്ന് ദീന് സ്വീകരിക്കുന്ന ആ മനുഷ്യന്റെ ബാഹ്യമായ ഘടനയും വേഷവിധാനങ്ങളും ഒരിക്കലും നമ്മളെ വഞ്ചനയിൽപ്പെടുത്തരുതേ. ഒരിക്കലും വഞ്ചനയിൽപ്പെടുത്തരുതേ. അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട്, പറയുന്നുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട ആളുകൾ ദീന് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി രക്ഷപ്പെടാൻ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അതല്ലാതെ ബാഹ്യമായ പ്രകടനത്തിൻ്റെ പേരിലോ ആവേശത്തിൻ്റെ പേരിലോ ഒന്നും ആരെങ്കിലും അനുകരിച്ച് ഒരിക്കലും അപകടത്തിൽ ചെന്ന് ചാടരുതേ. അപകടത്തിൽ ചെന്ന് ചാടരുത്. طيب وكانت هذه الأصنام ثلاث أكبر أوثان العرب ثم كثر فيهم الشرك وكثرت الأوثان في كل بقعة ويذكر ചരിത്രത്തിൽ പറയുന്നു അന്ന അംറ ബന ലുഹയ്യിൻ കാന ലഹു റഅം മിനൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട ആളുകൾ അവരോടുള്ള സേവയും കാര്യങ്ങളും ഈ അംറ ബന ലുഹയ്യിൻ ഉണ്ടായിരുന്നു. സ്വപ്നത്തിലും മറ്റും കണ്ട് പിന്നെ ജിന്ന് ഇഷ്ടപ്പെടുന്ന ശൈത്താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് വന്ന് പറയാനൊക്കെ ഉണ്ടാകും ജിന്നുകൾ. ഫഅഖ്ബറൂഹു അന്ന അസ്നാമ ഖൗമി നൂഹിൻ, അങ്ങനെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ വിഗ്രഹങ്ങൾ വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ പോലത്തവരൊക്കെ മദ്ഫൂനത്തും ബിജിദ്ദ, ആ പ്രളയം കാര്യങ്ങൾ നടന്നതിന് ശേഷം അങ്ങനെ പിന്നീട് അത് ജിദ്ദയിൽ ആ പരിസരങ്ങളിൽ അതൊക്കെ മണ്ണ് മറയപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ള വിവരം അംർ ബിൻ ലുഹൈന് കിട്ടിയെന്നുള്ളത്. അങ്ങനെ ഫഅതാഹ ഫസ്തശാറഹ, അവനും ആ പറയുന്ന മനുഷ്യനും കൂടെയുള്ള സഹായികളെയും കൊണ്ടുപോയി ഇതൊക്കെ മാന്തി നോക്കുന്ന സമയത്ത് ഈ വിഗ്രഹങ്ങൾ അവർക്ക് പുറത്തേക്ക് ലഭിച്ചു. സുമ്മ ഔറദഹ ഇല തിഹാമ, അങ്ങനെ മറ്റു പല പ്രദേശങ്ങളിലേക്കൊക്കെ വിഗ്രഹങ്ങൾ കൊടുത്തു വിട്ടു സേവനം എന്നുള്ള നിലക്ക്. ഫലമ്മ ജാഅ അൽ ഹജ്ജ് ദഫഅഹ ഇല ഖബായിൽ ഫദഹബത് ബിഹ ഇല ഔതാനിഹ, ഓരോ നാട്ടുകാരും ഹജ്ജിന് വന്നപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് സമ്മാനമായിട്ട് ഈ പറഞ്ഞ വിഗ്രഹങ്ങൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അംർ ബിൻ ലുഹൈന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അത് കൈകാര്യം ചെയ്ത് കൊടുത്തു വിട്ടു. ഫഅമ്മ വദ്ദുൻ ഫകാനത്ത് ലികൽബ് എന്ന് പറയുന്ന ഗോത്രക്കാരായിരുന്നു. ബൽജർഷ് എന്ന് പറയുന്ന ധൂമത്തുൽ ജന്തൽ, അതൊക്കെ ഷാമിന്റെ ആ ഭാഗത്തുള്ള ഇറാഖിനോട് അടുത്ത് ഷാമിന്റെ ഭാഗത്തുള്ള പ്രദേശമാണ് ധൂമത്തുൽ ജന്തൽ. സുവാ എന്ന് പറയുന്ന ഫക്കാനത്തിൽ ഹുദൈൽ ബിൻ മുദ്രിക ബി മക്കാൻ യുഖാലുഹു റുഹാത്ത് മിൻ അർദിൽ ഹിജാസ്, അറബി നാട്ടിലുള്ള സൗദി ഈ അറബിൻ ഉപദ്വീപിലുള്ള റുഹാത്ത് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഹുദൈൽ ഗോത്രക്കാർക്ക് മിൻ ജിഹത്തി സാഹിൽ ബി ഖുർബി മക്ക, മക്കയുടെ അടുത്തുള്ള. വഅമ്മ യഗൂസ് ഫക്കാനത്തിൽ ബനി ഗുതൈഫിൻ മിൻ ബനി മുറാദിൻ ബിൽ ജുർഫ്, അൽ ജുർഫി എന്ന് പറയുന്നത് യമനിന്റെയും ഏകദേശം ആ പരിസരത്തുള്ള സൗദിയിലുള്ള പ്രദേശങ്ങളാണ്. വഅമ്മ യഊഖ് ഫക്കാനത്തിൽ ഹമദാൻ ഫി ഖറിയത്തി ഖൈവാൻ മിൻ അർദിൽ യമൻ, യമനിലുള്ള ഹമദാൻ ഗോത്രക്കാരുടെ കയ്യിലായിരുന്നു യഊഖ് എന്ന് പറയുന്ന വിഗ്രഹം. ഖൈവാൻ ബത്നും മിൻ ഹംദാൻ. വഅമ്മ നസ്ർ ഫക്കാനത്തിൽ ഹിമ്യർ ലി ആലി ദിൽ ഖിലാ ഫി അർദി ഹിമ്യർ, യമനിലുള്ള ആലു ദി ഖിലാ എന്ന് പറയുന്ന ഗോത്രക്കാർക്കായിരുന്നു. ഫഖദ് ഇത്തഖദൂ ലി ഹാദിഹി തവാഗീതി ബുയൂതൻ, അവർക്കൊക്കെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കി. കാനു യുഅള്ളിമൂനഹാ കതഅളീമിൽ കഅബ, കഅബ ശരീഫിനെ ആദരിക്കുന്നത് പോലെ ആ ഭവനങ്ങൾ ആദരിക്കുമായിരുന്നു. വകാനത്ത് ലഹാ സദനത്തുൻ വഹിജാബ്, ആ പറയുന്നതിനൊക്കെ അതിൻ്റെ സംരക്ഷകരും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സംരക്ഷകരും അതിൻ്റെ നോട്ടക്കാരും ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു. വക്കാനത്ത് ഹുദാലഹ കമായുഹുദാലി കാബ, കാബ ഷരീഫിലേക്ക് ഹദിയ നൽകപ്പെടുന്നത് പോലെ ഹദിയകളും ബലിമൃഗങ്ങളെയും അങ്ങോട്ട് കൊണ്ടുപോകലുണ്ടായിരുന്നു. മാതിറാഫിഹിം ബിഫളിൽ കാബത്തി അലൈഹി, കാബ ഷരീഫാണ് ഏറ്റവും ശ്രേഷ്ഠമാതി എന്ന് എല്ലാവരും അംഗീകരിക്കുന്നതിനോട് കൂടെ തന്നെ ഇന്നും തന്നെ മുസ്ലിമീങ്ങൾപ്പെട്ട പല ആളുകളും കാബ ഷരീഫാണ് ഏറ്റവും ശ്രേഷ്ഠമാതി എന്നറിയുന്നതിനോടുകൂടെ അവരുടെ ദർഗകളിലും അതേപോലെ തന്നെ മഖബറകളിലും അവർ ചെയ്യുന്നത് പോലത്തെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. മുശ്രിക്കീങ്ങൾ അന്ന് ഇങ്ങനെ ചെയ്തിരുന്നു. ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദർസുകളിൽ പറയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലിഹി വസല്ലം.